ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം PSC സ്വാഗതം. 10th പ്രിലിംസ് എക്സാമിന്റെ തയ്യാറെടുപ്പിലാണ് എല്ലാവരും അറിയാം. ഒന്നാം ഘട്ടം എക്സാം കഴിഞ്ഞതാണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ നമ്മൾ സിലബസ് അനുസരിച്ച് പറയുന്ന കുറെ ഭാഗങ്ങളുണ്ട്. പക്ഷെ ആ ചില ഏരിയ ഒന്നും ടച്ച് ചെയ്യാതെ ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പക്ഷെ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അടുത്ത ഘട്ടം എക്സാമിലൊക്കെ ഏത് ഏരിയയിൽ നിന്ന് വേണമെങ്കിലും ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ എന്തായാലും ഒന്നാം ഘട്ട എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ഒരു അനാലിസിസിലൂടെ നമുക്ക് ആ ഒരു ഏരിയയും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കിയാലോ, ഒരു റിവിഷൻ പോലെ അല്ലെ? അപ്പൊ എന്തായാലും ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ ഒരു ചാനലിൽ തന്നെ എല്ലാ സബ്ജക്റ്റിന്റെയും ക്ലാസ്സസും പ്രീവിയസ് ക്വസ്റ്റ്യനും ഒക്കെ നിങ്ങൾക്ക് വീഡിയോസിൽ കൂടെ കിട്ടുന്നതാണ്. അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ടൈമിൽ തന്നെ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യല്ലോ എല്ലാവരും അല്ലെ? റെഡി അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അല്ലെ, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ്, കഴിഞ്ഞ എക്സാമിൽ ചോദിച്ച പാറ്റേൺ എന്താണ്, അതിന്റെ റിലേറ്റഡ് ഫാക്ട് എന്താണ്. റെഡി? യെസ്. അപ്പൊ ഇതാ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലെ? അപ്പൊ നോക്കിയോ, ഓപ്ഷൻ എന്താണ്? ഹ്യൂഗോ ഡീബ്രിസ്, റേച്ചൽ കാൾസൺ, വാൾട്ടർ ജി റോസൻ, ഏർണസ്റ്റ് ഹേക്കൽ. ഈ എല്ലാ പേരും നമുക്ക് ഫെമിലിയർ ആണ്, എല്ലാ ആൾക്കാരെ പറ്റി നമ്മൾ മനസ്സിലാക്കിയതാണ് അല്ലെ? അപ്പൊ ആ സമയത്താണ് കുറച്ചും കൂടെ കൺഫ്യൂഷൻ വരെ. എല്ലാ പേരും അറിയുന്ന പേരാണ്. അപ്പൊ ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും പരിസ്ഥിതി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. ആ പരിസ്ഥിതിയിൽ ഈ ഒരു ഇതിന്റെ ആൻസർ എന്താ വരിക? വാൾട്ടർ ജി റോസൻ അല്ലെ? ഓപ്ഷൻ എന്തായാലും സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത്. വാൾട്ടർ ജി റോസൻ ആണ്. ജൈവ വൈവിധ്യം എന്ന് പറയുന്ന വാക്കിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയുന്നത്? ബയോഡൈവേഴ്സിറ്റി എന്ന് പറയും അല്ലെ? ബയോഡൈവേഴ്സിറ്റി എന്നതാണ്. നമുക്കറിയാം, അപ്പൊ നമ്മളെ ഭൂമിയിൽ ഒരുപാട് സസ്യങ്ങളാണെങ്കിലും ജന്തുക്കളാണെങ്കിലും അതിൽ തന്നെ സൂക്ഷ്മജീവികളാണെങ്കിലും ഏത് ജീവികളാണെങ്കിലും അതിന് പല വിധത്തിലുള്ള പലതരം ജീവികൾ കാണപ്പെടുന്നുണ്ട് അല്ലെ? അപ്പൊ ഇതെല്ലാത്തിനെയും കൂടെ ചേർത്താണ് ഈ ജീവികളിൽ കാണപ്പെടുന്ന ഈ വൈവിധ്യത്തിനെയാണ് നമ്മൾ ജൈവ വൈവിധ്യം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്നുള്ള വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ച ആളാണ് ഇത്, വാൾട്ടർ ജി റോസൻ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആലോചിക്കുക, വിവിധ തരത്തിലുള്ള നല്ല ഭംഗിയുള്ള റോസ് പൂ ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു ഗാർഡനിൽ അല്ലെ, പല നിറത്തിൽ. അപ്പൊ റോസ് എന്ന പേരാണെങ്കിൽ പോലും വെള്ള നിറത്തിലും ചുവന്ന നിറത്തിലും മഞ്ഞ നിറത്തിലും ഈവൻ കറുപ്പ് നിറത്തിലുള്ള റോസ് പൂ ഒക്കെ നമ്മളിപ്പോ കാണുന്നതാണ്. അപ്പൊ വിവിധ തരത്തിലുള്ള റോസിന്റെ ഒക്കെ വൈവിധ്യം ആലോചിക്കുക. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാം? വാൾട്ടർ ജി റോസൻ എന്നൊന്ന് ഓർമ്മിക്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, റെഡി? അപ്പൊ എന്തായാലും വാൾട്ടർ ജി റോസൻ ആണ് ഈ ഒരു വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ച ആൾ അല്ലെ? റെഡി അല്ലേ? ഇനി ഓപ്ഷൻ എയിലും ബിയിലും ഡിയിലും ഒക്കെ ഉള്ള ആൾക്കാർ ആരാ എന്നും കൂടെ ഒന്ന് മനസ്സിലാക്കി നമുക്ക് പെട്ടെന്ന് പോവാം. ഹ്യൂഗോ ഡീബ്രിസ്. ഹ്യൂഗോ ഡീബ്രിസ് എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ പേര് ഓർമ്മിക്കേണ്ടതെന്ന് അറിയാവോ? പരിണാമം എന്ന് പറയുന്ന ഒരു കാര്യം പഠിക്കും അല്ലെ? പരിണാമം അല്ലെങ്കിൽ എന്താണ് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ ഹ്യൂഗോ ഡീബ്രിസ് എന്ന് പറയുന്ന ഒരാളുടെ പേര് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളെ ടെക്സ്റ്റ് ബുക്ക് തന്നെ 10ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്ക് തന്നെ പറഞ്ഞിട്ടുള്ള പേരാണ് ഹ്യൂഗോ ഡീബ്രിസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, റെഡി? ഇതാണ് ഹ്യൂഗോ ഡീബ്രിസ്. ഹെഡിങ് എന്താ കൊടുത്തേ? ഒരു സിദ്ധാന്തമായിട്ട് ബന്ധപ്പെട്ടാണ് ഓർമ്മിച്ചു വെക്കണ്ടേ. ഉൽപരിവർത്തന സിദ്ധാന്തം. ഓക്കെ, ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്, അല്ലെങ്കിൽ ഉൽപരിവർത്തന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്, ഇങ്ങനെയൊക്കെ ചോദിച്ചാലുള്ള ആൻസർ ആണ് ഹ്യൂഗോ ഡീബ്രിസ്. ഉൽപരിവർത്തനം എന്ന് പറയുന്ന മലയാളം വാക്കിന്റെ ഇംഗ്ലീഷും കുറച്ച് പ്രധാനപ്പെട്ടതാണ്. മ്യൂട്ടേഷൻ എന്നാണ് പറയാം. എന്താണ്? മ്യൂട്ടേഷൻ. ഓക്കെ, മ്യൂട്ടേഷൻ. അപ്പം എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമല്ലേ? അപ്പൊ ഇന്ന് കാണുന്ന ജീവിവർഗം എങ്ങനെ ഉണ്ടായി, മുൻപേ ഉണ്ടായിരുന്നതിൽ നിന്ന് കുറെ രൂപമാറ്റങ്ങളൊക്കെ വന്നാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയത് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതിനെയാണ് പരിണാമം അല്ലെങ്കിൽ എവല്യൂഷൻ എന്ന് പറയാം. അപ്പൊ നോക്കിയേ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് തിയറികളുണ്ട്. ഇന്നത്തെ ജീവജാലങ്ങളിലേക്ക് എത്തിയത് മുൻപേ ഉള്ള ജീവികൾക്ക് പല മാറ്റങ്ങൾ വന്നിട്ടാണ്. അപ്പൊ പലരും പല അഭിപ്രായങ്ങൾ പറയുമ്പം പല രീതിയിലുള്ള സിദ്ധാന്തങ്ങളുണ്ട്. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ടതാണ് ഉൽപരിവർത്തന സിദ്ധാന്തം. ജീവികളിലെ വ്യതിയാനങ്ങൾക്കുള്ള കാരണങ്ങളിലൊന്ന് അവയിലെ ജീനുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണെന്ന് അറിയാമല്ലോ. ജീനുകൾക്ക് സംഭവിക്കുന്ന ആകസ്മിക മാറ്റങ്ങളാണ് ഉൽപരിവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ജീവിന്റെ ജനിതക ഘടനയിൽ പെട്ടെന്നുണ്ടാവുന്ന മാറ്റം. ഓക്കെ, പെട്ടെന്നുണ്ടാകുന്ന മാറ്റമാണ്. അപ്പൊ ആ മാറ്റത്തിന് കാരണങ്ങൾ പലതാവാം. അപ്പൊ അധികവും ചിലപ്പോൾ റേഡിയേഷൻ കൊണ്ടോ അല്ലെ വികിരണങ്ങൾ എന്ന് പറയുന്ന റേഡിയേഷൻ കൊണ്ടോ അപ്പൊ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പെട്ടെന്ന് ജനിതക ഘടനയിൽ മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ അത് അടുത്ത തലമുറയിലേക്കും വരും. അങ്ങനെ ഒരു ജീവിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അടുത്ത ജീവികൾ വരും അല്ലെ? അപ്പൊ ഇതിനെയൊക്കെയാണ് നമ്മൾ വ്യതിയാനം, വേരിയേഷൻ എന്നൊക്കെ പറയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ ജീവജാലങ്ങൾ ഉണ്ടാവുന്നതിന് ഇങ്ങനെ മ്യൂട്ടേഷൻ ഒരു കാരണമാണ് അല്ലെങ്കിൽ ഉൽപരിവർത്തനം ഒരു കാരണമാണെന്നൊക്കെ പറയുന്ന തിയറിയാണ് ഉൽപരിവർത്തന സിദ്ധാന്തം. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ആരെ ആലോചിച്ച് വെക്കേണ്ടത്? ഇത് ആവിഷ്കരിച്ചതാണ് ഹ്യൂഗോ ഡീബ്രിസ് എന്ന ഡച്ച് ശാസ്ത്രജ്ഞൻ. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ആ പേര് കേട്ടാലും മറക്കരുത്, പരിണാമമായിട്ട് ബന്ധപ്പെട്ട എവല്യൂഷനായിട്ട് ബന്ധപ്പെട്ട ആളാണ്. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്, ജൈവ വൈവിധ്യം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി.
ഉണ്ടല്ലോ. അപ്പൊ ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ചേരുന്നതാണ് ജൈവ വൈവിധ്യം. ജൈവ വൈവിധ്യത്തില് കുറെ ആവാസ വ്യവസ്ഥകളുടെ വൈവിധ്യം എന്താന്ന് പറയാം, സ്പീഷീസ് അല്ലെ. കാരണം നമുക്കറിയാം ആവാസ വ്യവസ്ഥ എന്ന് പറയുമ്പം മരുഭൂമി, അതേപോലെ വനം എന്ന് പറയുമ്പം, അല്ലെങ്കിൽ ഒരു തണുപ്പുള്ള പ്രദേശമാണെങ്കിൽ, അല്ലെങ്കിൽ പുൽമേടുകളാണെങ്കിൽ എല്ലാ സ്ഥലവും ഒരേപോലെ അല്ല. അവിടെയുള്ള കാലാവസ്ഥയാണെങ്കിലും എല്ലാം എന്താണ് വ്യത്യാസമാണ് അല്ലെ. അതൊക്കെ ഓരോ തരം ആവാസ വ്യവസ്ഥകളാണ്. അപ്പൊ അവിടെ കാണുന്ന ജീവജാലങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും. ഇങ്ങനെ പല വിവിധ തരത്തിലുള്ള ജീവികളും അതേപോലെ സസ്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയുന്നതാണ് എന്ത്, ജൈവ വൈവിധ്യം എന്ന് പറഞ്ഞാൽ. അപ്പൊ നോക്കിയേ, ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് 1985 വാൾട്ടർ ജി റോസൻ എന്ന ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനാണ്. ക്ലിയർ അല്ലേ? ടെക്സ്റ്റിൽ കൊടുത്തല്ലേ. ഇനി നോക്കിയേ, അടുത്തൊരു ഓപ്ഷൻ ബി നോക്കുക, റേച്ചൽ കാൾസൺ. ഇതേപോലെ തന്നെ എത്രയോ പ്രാവശ്യം പ്രീവിയസ് ചോദിച്ചൊരു ക്വസ്റ്റ്യനിൽ വരുന്നതാണ് റേച്ചൽ കാൾസൺ എന്ന് പറയുന്ന ഒരു ലേഡി അല്ലെ. അപ്പൊ ഇതാണ് റേച്ചൽ കാൾസൺ. അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ ചോദിക്കാം, ഒന്ന് DDT പോലുള്ള കീടനാശിനികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. എങ്ങനെയാണ്? DDT എന്ന് പറഞ്ഞാൽ കീടനാശിനിയാണ് അല്ലെ, കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ്. അപ്പൊ ഈ കീടനാശിനി കീടങ്ങൾ മാത്രമല്ല മറ്റുള്ള ജീവികൾക്കും ഭീഷണിയാണ്. മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവികളൊക്കെ എന്ത് ചെയ്യാണ്, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരാനൊക്കെ കാരണമായിട്ടുള്ളതാണ് DDT. ഓക്കെ, അപ്പൊ ഈ DDT പോലുള്ള കീടനാശിനി ഉപയോഗിച്ചാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് റേച്ചൽ കാൾസൺ എന്ന് പറയുന്ന അമേരിക്കൻ ഗവേഷക 1962 പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്. അത് വളരെ ഫേമസ് ആണ്. ആ പുസ്തകത്തിന്റെ പേരാണിത്, നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ്. ഇങ്ങനെയാണ് ചോദിക്കുക. അപ്പൊ എങ്ങനെയൊക്കെ ചോദിക്കാം, DDT പോലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അല്ലെ. അപ്പൊ അതുമായിട്ട് പ്രതിപാദിച്ചുകൊണ്ട് റേച്ചൽ കാൾസൺ എഴുതിയ പുസ്തകത്തിന്റെ പേര്. മലയാളവും ഇംഗ്ലീഷും രണ്ടു വാക്കും പഠിക്കുക, രണ്ടും മാറി മാറി ചോദിക്കുന്നതാണ്. നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ്, ഇങ്ങനെ ചോദിക്കാം. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ചോദിക്കാം, ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ 62 പുസ്തകം അല്ലെ വരുന്നത്. അപ്പൊ അതിനുശേഷം നോക്കുക, ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞ് 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏത്? അങ്ങനെയും ചോദിച്ചതാണ്. അപ്പോഴും സെയിം ആൻസർ ആണ് വരിക. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഓർമ്മിച്ചു വെക്കുക, റേച്ചൽ കാൾസൺ, നിശബ്ദ വസന്തം, DDT കീടനാശിനി. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. കിട്ടിയല്ലോ? റെഡി? അപ്പൊ ഓപ്ഷനിലുള്ള ഹ്യൂഗോ ഡീവ്രസ് ഏതാണെന്ന് മനസ്സിലായി. റേച്ചൽ കാൾസൺ എന്താണ്? ഇനി ഏണസ്റ്റ് ഹേക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് ഇവിടെ കാണാം അല്ലെ. ഇതും എന്താണ്, പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം പരിസ്ഥിതിയിലുള്ള ജീവികളെ കുറിച്ചുള്ള ബന്ധങ്ങളെയൊക്കെ പറ്റി പഠിക്കുന്നതിനെയാണ് നമ്മള് ഇക്കോളജി എന്ന് പറയാറ് അല്ലെ. എക്കോളജി എന്ന് വായിക്കും. ഇക്കോളജി എന്ന പദം ആവിഷ്കരിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ആവിഷ്കരിച്ചതാണ് ഏത്, നമ്മൾ ഏണസ്റ്റ് ഹേക്കൽ എന്ന് പറയുന്ന ആൾ. അപ്പൊ വാൾട്ടർ ജി റോസൻ എന്ന് പറയുന്ന ആള് ജൈവ വൈവിധ്യം എന്ന് പറയുന്ന പദമാണെങ്കിൽ എക്കോളജി എന്ന പദം ആവിഷ്കരിച്ചത് ആരാ എന്ന് ചോദിച്ചാൽ ആൻസർ ആണ് ഏണസ്റ്റ് ഹേക്കൽ. ഓക്കെ, റെഡി അല്ലേ? യെസ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണെങ്കിൽ ഇങ്ങനെയായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ്? അപ്പൊ ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ അറിയാം, മനുഷ്യ ശരീരമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അതും റീപ്രൊഡക്ഷൻ അല്ലെ, പ്രത്യുൽപാദന വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. റെഡി? അപ്പൊ ഓപ്ഷൻസ് എന്താ? പ്ലാസന്റ, അമ്നിയോട്ടിക് ദ്രവം, ഗർഭാശയം, പുക്കിൾക്കുടി. അപ്പൊ ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആണ്. എല്ലാം ഈ ഒരു അവസ്ഥയായിട്ട് പ്രത്യുൽപാദന വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട ഒരു ഓപ്ഷൻ തന്നെയാണുള്ളത്. അപ്പൊ അതിൽ തന്നെ A ആണോ D ആണോ എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ നമുക്ക് നല്ലോണം ഇങ്ങനെ വരും അല്ലെ. അപ്പൊ എന്തായാലും ഒരു ടെക്സ്റ്റ് ബുക്ക് SCERT ടെക്സ്റ്റിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ടെക്സ്റ്റ് വായിച്ച ഒരാൾക്കാണ് ഈ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ആൻസർ എന്താ വരിക? ആദ്യം എന്തായാലും നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ A ആണ്, പ്ലാസന്റ അല്ലെ. പ്ലാസന്റ എന്ന് പറയുന്നതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പുക്കിൾക്കൊടി ആണോ എന്നുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ കുറെ പേർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ആൻസർ പ്ലാസന്റ ആണ്. ടെക്സ്റ്റിൽ കൊടുത്തതാണ്. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് കൺഫ്യൂഷൻ മാറും. ഓക്കെ, റെഡി അല്ലേ? ഇത് കാണാലോ, ഒരു കുഞ്ഞിനെ കാണാലോ അല്ലെ. അപ്പൊ ഇവിടെ കൊടുത്ത കാര്യങ്ങളുണ്ട്. ഭ്രൂണം എൻഡോമെട്രിയത്തിൽ പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗമാണ് പ്ലാസന്റ. ഭ്രൂണം എന്ന് പറഞ്ഞാൽ എന്താ? വളർന്ന് വരുന്ന കുഞ്ഞാണ് അല്ലെ. കുഞ്ഞായിട്ട് വളർന്നു വരുവാണ്. ബീജസങ്കലനം നടന്ന് സിക്താണ്ഡം എന്ന് പറയുന്ന ഒരൊറ്റ കോശം ഉണ്ടാവും. അതിന് വിഭജനം സംഭവിച്ച് ഭ്രൂണമായി മാറും. ഭ്രൂണം പിന്നെയും വിഭജിച്ചാണ് എന്ത് ചെയ്യുക? പൂർണ്ണ വളർച്ച എത്തിയ ഒരു കുഞ്ഞായിട്ട് മാറുന്നത് അല്ലെ. റെഡി അല്ലേ? അപ്പൊ ആ ഭ്രൂണം ഈ വളർച്ച കംപ്ലീറ്റ് ആക്കുന്നത് ഗർഭാശയത്തിനകത്ത് വെച്ചാണെന്നറിയാം. ഗർഭാശയത്തിന്റെ ഏറ്റവും ഉള്ളിലുള്ള പാളി ഏത്? അപ്പം അവിടെ എന്താ ആലോചിക്കുക? എൻഡോമെട്രിയം എന്ന് പറയുന്ന ഒരു വാക്ക് ആലോചിക്കുക. അതിനോട് പറ്റിച്ചേർന്നാണ് ഈ ഭ്രൂണത്തിന്റെ വളർച്ച നടക്കുന്നത്. ഓക്കെ, അപ്പൊ ആ പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗമായിട്ട് നമ്മൾ ഏതിനെയാ പറയാ? പ്ലാസന്റ എന്ന് പറയുന്ന ഒരു ഭാഗം. ഈ പ്ലാസന്റ എന്ന് പറയുന്ന ഭാഗം
ഭാഗം എങ്ങനെ ഉണ്ടായി? എൻഡോമെട്രിയം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗർഭാശയം എന്ന് പറയുന്ന അമ്മേന്റെ ശരീരത്തിന്റെ ഭാഗത്തിൽ നിന്നുള്ള കുറച്ച് കലകൾ, ടിഷ്യൂസും കോശങ്ങളുടെ കൂട്ടം അല്ലെ, അതേപോലെ ഈ വളർന്നു വരുന്ന ഭ്രൂണത്തിൽ നിന്നുള്ള കുറച്ച് കലകളും, എന്ന് വെച്ചാൽ അമ്മയും കുഞ്ഞും രണ്ടാൾക്കാരും പകുതി പകുതി കൊടുക്കുകയാണ് അല്ലെ, അവരെ രണ്ടുപേരെയും കലകൾ ചേർന്ന് രൂപപ്പെട്ടതാണ് എന്ത്? പ്ലാസന്റ. ഓക്കെ, അപ്പൊ ഭ്രൂണ കലകളും ഗർഭാശയ കലകളും ചേർന്നാണ് പ്ലാസന്റ രൂപപ്പെട്ടത്. റെഡി? അപ്പൊ പ്ലാസന്റ എന്ന് പറയുന്ന ഒരു ഭാഗം എന്താന്ന് മനസ്സിലായി. ഈ പ്ലാസന്റയോട് ചേർന്നുകൊണ്ട് രൂപപ്പെടുന്ന ഒരു ഭാഗമാണ് പൊക്കിൾക്കൊടി. അപ്പൊ ആ പ്ലാസന്റയിൽ നിന്ന് പിന്നെ കുഞ്ഞിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ ഒരു നീണ്ട ഭാഗം നമ്മൾ കാണുന്നതാണ്. ഇതിൽ നിന്ന് രൂപപ്പെടുന്ന പൊക്കിൾക്കൊടി വഴിയാണ് ഓക്സിജനും പോഷകങ്ങളും ഗർഭസ്ഥ ശിശുവിന്റെ ശരീരത്തിലെത്തുക. അപ്പൊ അമ്മയിൽ നിന്ന് ഓക്സിജനും പോഷകങ്ങളും കുഞ്ഞിലേക്ക് എത്തുന്നത് പൊക്കിൾക്കൊടി വഴിയാണ്. പ്ലാസന്റയിൽ വന്ന് അവിടെ നിന്ന് പൊക്കിൾക്കൊടി വഴിയാണ് എന്ത് ചെയ്യുക? കുഞ്ഞിലേക്ക് വരുന്നത്. അപ്പൊ കുഞ്ഞിന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിസർജ്യ വസ്തുക്കളൊക്കെ തിരിച്ച് അമ്മേന്റെ ശരീരത്തിലേക്ക് പോകുന്നതും എങ്ങനെയാ? ഈ പൊക്കിൾക്കൊടിയിൽ കൂടിയാണ്. ഓക്കെ, അപ്പൊ മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നതും ഇതിൽ കൂടിയാണ്. റെഡി? അപ്പൊ പൊക്കിൾക്കൊടി എന്ന് പറയുന്ന ആൻസർ വരണമെങ്കിൽ ഈ ഒരു രീതിയിൽ ചോദിക്കുമ്പോഴാണ് നമ്മൾ പറയാം. ഇനി അമ്മയുടെയും കുഞ്ഞിന്റെയും രക്തം പരസ്പരം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് പ്ലാസന്റ സഹായിക്കുന്നു. കണ്ടല്ലോ, ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. അപ്പൊ പ്ലാസന്റ എന്ന് പറയുന്ന ഭാഗം നമ്മൾ മനസ്സിലാക്കി. അതാണ് അമ്മേന്റെയും കുഞ്ഞിന്റെയും രക്തം പരസ്പരം കൂടിക്കലരാതെയുള്ള പൊക്കിൾക്കൊടിയിൽ കൂടെയുള്ള പദാർത്ഥ സംവഹനമൊക്കെ നടക്കുമ്പം അവിടെ സഹായിക്കുന്നത് ആരാണ്? പ്ലാസന്റയാണ് സഹായിക്കുന്നത്. റെഡി? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ എന്തായാലും ഒരു കുഞ്ഞിനെ ഗർഭാശയത്തിനകത്ത് ഒരു കുഞ്ഞ് വളരുമ്പോൾ കുഞ്ഞ് ഒരു സ്ഥലത്തിന്റെ ഒരു കവറിങ്ങിന്റെ ഉള്ളിലാണ്, ഒരു പ്ലാസ്റ്റിക് കവർ പോലെ ഒരു കവറിങ്ങിന്റെ ഉള്ളിലാണ് അല്ലെ, ഒരു സ്ഥലമാണ്. അതിനെ നമ്മൾ പറയാം അമ്നിയോൺ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, ഈ അമ്നിയോൺ എന്ന് പറയുന്ന സ്ഥലം തന്നെ രൂപപ്പെടുത്തുന്ന ഒരു ദ്രവത്തിനുള്ളിലാണ് കുഞ്ഞ് അല്ലെ, കുഞ്ഞൊരു വെള്ളത്തിന്റെ ഉള്ളിലാണ് അല്ലെ. അപ്പൊ അതിന്റെ പേരെന്താ? അമ്നിയോട്ടിക് ദ്രവം എന്നതാണ് പറയാം. ഓക്കെ, അപ്പൊ ആ അമ്നിയോട്ടിക് ദ്രവം വേണം, ആ ഫ്ലൂയിഡ് വേണം, എന്നാലാണ് കുഞ്ഞിന് അതിന് ഈസി ആയിട്ട് അതിനുള്ളിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അമ്നിയോട്ടിക് ദ്രവം ആവശ്യമാണ്. അപ്പൊ ഒരു പ്രഗ്നന്റ് ആയ ലേഡീസിന്റെ കേസിലൊക്കെ നമ്മൾ അറിയുന്നതാണ് ഫ്ലൂയിഡ് കുറഞ്ഞാൽ പ്രശ്നമാണ് അല്ലെ. അപ്പൊ എന്താ പ്രശ്നം വരിക? കാരണം ആ ദ്രവമാണ് ശിശുവിന്റെ നിർജ്ജലീകരണം തടയുകയും ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നത് ഏതാ? ഈ ദ്രവമാണ്. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ദ്രവമാണ് അമ്നിയോട്ടിക് ദ്രവം. ഓക്കെ, അപ്പം 270 മുതൽ 280 ദിവസമാണ് മനുഷ്യനിലെ ശരാശരി ഗർഭകാലം. അപ്പൊ ആ ഒരു ദിവസവും കൂടെ എന്ത് ചെയ്യുക? ആലോചിക്കാം. നമ്മളെ ടെക്സ്റ്റ് പറഞ്ഞതാണ്, എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അപ്പൊ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടവർ ജസ്റ്റ് ഈ ഒരു സ്ലൈഡും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വെച്ചാൽ മതി. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ പോയിന്റും പെട്ടെന്ന് പറയാം. അണ്ഡം പുംബീജവുമായി സംയോജിക്കുന്ന പ്രക്രിയയാണ് ബീജസംയോഗം. അണ്ഡം എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയിലെ ബീജകോശമാണ് അണ്ഡം അല്ലെ, ഒരു പുരുഷനിലെ ബീജകോശമാണ് പുംബീജം എന്ന് പറഞ്ഞാൽ സ്പേം എന്ന് ഇംഗ്ലീഷ് പറയും. അപ്പൊ ഇത് രണ്ടും കൂടെ യോജിക്കുന്ന പ്രക്രിയക്കാണ് നമ്മൾ എന്ത് പറയാ? ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസംയോഗം. ഓക്കെ, റെഡി അല്ലേ? ബീജസംയോഗം നടന്നാൽ രൂപപ്പെടുന്ന ഒറ്റ കോശം, അത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ രൂപപ്പെടുന്ന ഒറ്റ കോശത്തിന്റെ പേരാണെന്ത്? സിക്താണ്ഡം. ഓക്കെ, സിക്താണ്ഡം. അപ്പൊ ഇത് മെയിൽ എന്നുള്ള, അപ്പൊ സ്ത്രീയിൽ നിന്നുള്ള അണ്ഡകോശം എന്ന് വിചാരിക്കുക, പുരുഷൻ എന്നുള്ള ബീജകോശമാണ് ഈ വരച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇത് സ്ത്രീയാണ്, അതേപോലെ ഇത് പുരുഷന്റെ കേസ്. അപ്പൊ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ രൂപപ്പെടുന്ന ഒറ്റ കോശം ഇതാണെന്ത്? സിക്താണ്ഡം എന്ന് പറഞ്ഞ സിക്താണ്ഡം. ഈ സിക്താണ്ഡം പിന്നെ എന്താ ചെയ്യുന്നത്? വിഭജനം നടക്കും അല്ലെ, ഇവര് വിഭജിക്കും, കോശ വിഭജനം നടക്കുകയാണ്. വിഭജിച്ച് കുറെ കോശങ്ങളായിട്ട് ഇങ്ങനെ മാറുമ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഭ്രൂണം എന്ന് പറയുന്നത്. ഓക്കെ, ഭ്രൂണം അല്ലെങ്കിൽ എംബ്രിയോ എന്നതാണ് ഇംഗ്ലീഷ് വാക്ക്. റെഡി? സിക്താണ്ഡം വിഭജിച്ച് നിരവധി കോശങ്ങളുള്ള ഭ്രൂണമായി മാറുന്നു. ഭ്രൂണം ഗർഭാശയത്തിലെ എൻഡോമെട്രിയം, ഓക്കെ, എൻഡോമെട്രിയം എന്ന ആവരണത്തോട് പറ്റിച്ചേർന്നാണ് വളരുന്നത്. ഭ്രൂണം എൻഡോമെട്രിയത്തിൽ പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗത്തിന് എന്താ പറയാ? പ്ലാസന്റ. പ്ലാസന്റ എങ്ങനെയുണ്ടായത്? അമ്മയും കുഞ്ഞും രണ്ടാളും കൂടെ സഹകരിച്ചിട്ടാണ് ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ ഭ്രൂണകലകളും ഗർഭാശയ കലകളും ചേർന്നാണ് പ്ലാസന്റ രൂപപ്പെട്ടിരിക്കുന്നത്. ഓക്സിജനും പോഷകങ്ങളും ഗർഭസ്ഥ ശിശുവിന്റെ ശരീരത്തിലെത്താനും മാലിന്യം നീക്കം ചെയ്യാനും സഹായിക്കുന്ന ഭാഗം ഏതാ? അപ്പൊ പ്ലാസന്റ പറയുന്നത് അതേതാണ്? പൊക്കിൾക്കൊടി. ഓക്കെ, പൊക്കിൾക്കൊടിയാണ് ആൻസർ. പിന്നെ നമ്മളെ ക്വസ്റ്റ്യൻ ചോദിച്ച ഭാഗം ഇതാ, അമ്മയുടെയും കുഞ്ഞിന്റെയും രക്തം പരസ്പരം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്നത് പ്ലാസന്റ. റെഡിയല്ലേ? ഇനി വളർച്ചയുടെ പ്രാരംഭഘട്ടത്തില് രൂപപ്പെടുകയാണ്, ഭ്രൂണകോശങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു ആവരണമാണ് ഏത്? അമ്നിയോൺ എന്ന് പറയുന്ന ആവരണം. ഈ ആവരണം നിർമ്മിക്കുന്ന ദ്രവത്തിന്റെ പേരാണ് അമ്നിയോട്ടിക് ദ്രവം അല്ലെ. ആ ദ്രവം ഉണ്ടെങ്കിലാണ് കുഞ്ഞിന് എന്ത് ചെയ്യുക? സംരക്ഷണമൊക്കെ കിട്ടുക. അപ്പം ബാഹ്യക്ഷതങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുക, അതേപോലെ കുഞ്ഞിനെ നിർജ്ജലീകരണം തടയുക. കാരണം എപ്പോഴും ഒരു നനവോടെ ഇരിക്കുകയാണ് അല്ലെ, നിർജ്ജലീകരണം ഇല്ലാത്ത അവസ്ഥയിലേക്ക് കുഞ്ഞിന് സേഫ് ആയിട്ട് അവിടെ നിൽക്കാൻ സഹായിക്കുന്ന ദ്രവമാണ് അമ്നിയോട്ടിക് ദ്രവം. മനുഷ്യന്റെ ശരാശരി ഗർഭകാലത്തിലാണ് 270 മുതൽ 280 ദിവസം. ഓക്കെ, ഇതാണ് അതിന്റെ കറക്റ്റ്. അതേപോലെ നമ്മൾ ഈ ടെക്സ്റ്റ് തന്നെ പറയുന്ന മറ്റൊരു കണക്കാണ്,
നമ്മളെ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം നമ്മളെ കൗമാരക്കാലം ടീനേജ് എന്ന് പറയുന്നത് അല്ലെ എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണെന്നുള്ള ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതേ ചാപ്റ്ററിലാണ്. ജസ്റ്റ് ആ പോയിന്റ് കൂടെ ഇവിടെ കാണാം. എത്രയാണ്? ഒരു 11 മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ ടീനേജ് അല്ലെങ്കിൽ അഡോളസെൻസ് എന്ന് ഇംഗ്ലീഷ് പറയും, അല്ലെങ്കിൽ കൗമാരക്കാലം എന്ന് പറയുന്നത്. ഓക്കെ, റെഡി, ക്ലിയർ? അപ്പൊ അത്യാവശ്യം പോയിന്റ് ഒക്കെ കിട്ടിയല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏത്? അപ്പൊ ഇവിടെയും കോശം എന്ന് പറയുന്നത് നമ്മളെ സിലബസിലെ ഡയറക്റ്റ് കണ്ടില്ലേലും മനുഷ്യ ശരീരം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ നമ്മൾ കോശത്തിനെ പറ്റിയും പഠിക്കും. കോശവും കലകളും ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. പക്ഷെ ഇവിടെ എത്രയും ഭാഗങ്ങൾ ഉണ്ടെങ്കിലും ഇത് സസ്യകോശമായിട്ട് അല്ലെങ്കിൽ സസ്യങ്ങളിലെ കലകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഏതാ ഇവിടെ എന്താ ആൻസർ? എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം. ഇതൊക്കെ ക്വസ്റ്റ്യൻ കണ്ടാലും SCRT ടെക്സ്റ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ടെക്സ്റ്റ് എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതെല്ലാം. ഓക്കെ, അപ്പൊ നോക്കാം. എല്ലാ ഭാഗവും കട്ടി കൂടി എന്ന് പറയുമ്പോൾ ഏറ്റവും കട്ടി കൂടിയതാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും കട്ടി കൂടിയത് ഏതാ? പാരൻ കൈമ, കോളൻ കൈമ, ഫ്ലോയം, സ്ക്ലീറൻ കൈമ എന്ന് പറയുമ്പോൾ ഇതില് കറക്റ്റ് ആൻസർ എന്താണ്? സ്ക്ലീറൻ കൈമ. ഓക്കെ, സ്ക്ലീറൻ കൈമയാണ് എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയത്. അപ്പൊ ബാക്കിയുള്ളവരെ പറ്റി കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ അല്ലെ? അപ്പൊ നോക്കുക, സസ്യകലകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ സസ്യകലകളെ നമ്മൾ പ്രധാനമായിട്ട് 2 ടൈപ്പ് ആയിട്ടാണ് വിഭജിക്കുക. മെരിസ്റ്റമിക കലകൾ എന്നും സ്ഥിര കലകൾ എന്നാണ് 2 ആയിട്ട് വിഭജിക്കുക. മെരിസ്റ്റമിക കലകൾ എന്ന് പറഞ്ഞാൽ വിഭജന ശേഷി ഉള്ള കലകളെയാണ് നമ്മൾ മെരിസ്റ്റമിക കല. ഇങ്ങനെ വിഭജിച്ചുകൊണ്ടേയിരിക്കാൻ കഴിയുന്ന, എപ്പോഴും വിഭജിക്കാൻ പറ്റുന്ന കലകളാണ് മെരിസ്റ്റമിക കലകൾ. ഇവരാണ് പുതിയ പുതിയ കോശങ്ങളെ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുക. സ്ഥിര കലകൾ എന്ന് പറഞ്ഞാൽ എന്താ? വിഭജന ശേഷി ഇല്ലാത്തവയാണ് ഏത്? സ്ഥിര കലകൾ. വിഭജന ശേഷി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞ കലകളെയാണ് സ്ഥിര കലകൾ എന്ന് പറയും. ഓക്കെ, അപ്പൊ അവര് വിഭജനത്തിൽ പങ്കെടുക്കാതെ, വളർച്ചയിൽ പങ്കെടുക്കാതെ മറ്റുള്ള ധർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സഹായിക്കുക. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഈ സ്ഥിര കലകൾ എന്ന് പറയുന്ന അണ്ടറിലാണ് പിന്നെയും നമ്മൾ ഈ സ്ഥിരകലകൾ നോക്കുമ്പോൾ ലഘുവായ ഘടനയോടുകൂടിയ സ്ഥിരകലകളെ ലഘുകലകൾ അല്ലെങ്കിൽ സിമ്പിൾ. ഈ സ്ഥിരകലകൾ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് ആണ് പെർമനന്റ് ടിഷ്യൂ എന്നൊക്കെയാണ് പറയാം. പെർമനന്റ് ടിഷ്യൂ എന്നാണ് പറയാ. അപ്പൊ ലഘുകലകൾ എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ ആയിട്ടുള്ള പെർമനന്റ് ടിഷ്യൂ എന്നാണ് നമ്മൾ പറയാം. മലയാളം പഠിച്ചാൽ മതി. അപ്പൊ ലഘുകലകൾ. ഈ ലഘുകലകളുടെ അണ്ടറിലാണ് പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ 3 നമ്മൾ പഠിക്കാം. അതേപോലെ സ്ഥിരകലകളിലുള്ള 2ാമത്തെ ടൈപ്പാണ് ഏത്? സങ്കീർണ കല. കോംപ്ലക്സ് ആയിട്ടുള്ള കുറച്ച് ടിഷ്യൂസ് ഉണ്ട്. കാരണം ഘടന നോക്കുമ്പോൾ കുറച്ച് വ്യത്യാസത്തില് വിവിധ തരത്തിലുള്ള കോശങ്ങൾ കൂട്ടമായി നിന്നുകൊണ്ട് ഒക്കെ അതിന്റെ ഘടനയിലുള്ള വ്യത്യാസം കൊണ്ട്, കോംപ്ലിക്കേഷൻ കൊണ്ട് നമ്മൾ സങ്കീർണ കലകൾ എന്ന പേരിൽ പഠിക്കും. അവിടെയാണ് സൈലത്തിനെയും ഫ്ലോയത്തിനെയും പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇതെല്ലാം ഏത് അണ്ടറിൽ വരിക? സ്ഥിരകലകൾ എന്ന് പറയുന്ന അണ്ടറിലാണ് പഠിക്കുക. ഓക്കെ, അപ്പൊ മെരിസ്റ്റമിക കലയ്ക്കും ഇതേപോലെ ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു സസ്യത്തിന്റെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന മെരിസ്റ്റം അഗ്രമെരിസ്റ്റം എന്നുള്ള പേര് ഓർമ്മിച്ചു വെച്ചേക്കുക, ചോദിക്കുന്നതാണ്. അതേപോലെ ഇങ്ങനെ വശങ്ങളിൽ കാണപ്പെടുന്ന മെരിസ്റ്റത്തിനെ നമ്മൾ പാർശ്വമെരിസ്റ്റം എന്ന് പറയാറുണ്ട്. പാർശ്വമെരിസ്റ്റം എന്നുള്ള പേര് ഓർമ്മിക്കുക. അതേപോലെ ഇങ്ങനെയുള്ള ഭാഗത്ത് അല്ലെ പർവം ഒക്കെ വരുന്ന ഭാഗത്ത് കാണപ്പെടുക, നോഡ് ഒക്കെ കാണുന്ന ഭാഗത്ത് പർവാന്തര മെരിസ്റ്റം എന്ന് പറയുന്ന മെരിസ്റ്റം ഉണ്ട്. ഇതും ടെക്സ്റ്റിൽ കൊടുത്തതാണ്. ആ ഭാഗം ഒന്ന് നോക്കിയാൽ മതി. ടെക്സ്റ്റിലുണ്ട്, 8ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഇതാണ് വേണ്ടത്. നമ്മളെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇവിടെ സ്ക്ലീറൻ കൈമേനെ പറ്റിയല്ലേ അല്ലെ? അപ്പൊ നോക്കുക, ദാ സ്ക്ലീറൻ കൈമ ടെക്സ്റ്റിലുള്ള ഫാക്ട് ആണ്, ഡയറക്റ്റ് ഫാക്ട് ആണ്. ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പൊ നോക്കുക, കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം ആണ് ഏത്? സ്ക്ലീറൻ കൈമ. എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയത് കാരണം ഇവർക്ക് ഒരു സസ്യഭാഗത്തിന് നല്ല സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ എന്താ? നല്ല താങ്ങും ബലവും നൽകുക എന്ന് പറയുന്നതാണ് ഇതിന്റെ ധർമ്മം അല്ലെ? കോളൻ കൈമ, തൊട്ട മുകളിൽ ആരാളെ? കോളൻ കൈമ. ഇത്ര കട്ടിയില്ല. അപ്പൊ എന്താ എവിടെയുള്ളത്? ഇതിന് കട്ടി ഉണ്ടെങ്കിലും മൂലകളിൽ മാത്രം കട്ടി കൂടിയതാണ്. അപ്പൊ ഒരു സസ്യത്തിന്റെ കോശം നോക്കുമ്പോൾ ആ കോശഭിത്തിന്റെ ഓരോ കോർണറിൽ മാത്രം, എല്ലാ ഭാഗത്തും ഇല്ല, കോർണറിൽ മാത്രം, മൂലകളിൽ മാത്രം. അപ്പൊ കട്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ കട്ടി ഉണ്ട് അല്ലെ? അപ്പൊ എന്താ? ഇവരും താങ്ങ് കൊടുക്കും, പക്ഷെ ഇവർ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കും. ഓക്കെ, എന്താണ്? വഴക്കം. ഈ ഒരു വാക്ക് ഇമ്പോർട്ടന്റ് ആണ്. വഴക്കം ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്ന കലകളാണ് കോളൻ കൈമ. അതുകൊണ്ടാണ് ഇലകളൊക്കെ ഇങ്ങനെ കാറ്റിൽ ആടുന്നത് അല്ലെ? അപ്പൊ ഇലേന്റെ ആ ഒരു തണ്ടിലൊക്കെ എന്തുണ്ട്? ഈ കോളൻ കൈമ. അതാണ് തണ്ടൊന്നും പൊട്ടിപ്പോവാതെ ഫ്ലെക്സിബിൾ ആയിട്ട് ആടാൻ പറ്റുന്നത്. കാറ്റിൽ ഇങ്ങനെ മരമൊക്കെ ഇങ്ങനെ വളഞ്ഞു വരുന്ന കാണൂലേ? എന്നിട്ട് പൊട്ടിപ്പോവാതെ ഒന്ന് വരും അല്ലെ? അതിന് സഹായിക്കുന്ന ഭാഗമാണ് എന്ത്? കോളൻ കൈമ എന്ന് പറഞ്ഞാൽ. പാരൻ കൈമയെ പറ്റി എന്താ മനസ്സിലാക്കണ്ടേ? ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നതാണ് പാരൻ കൈമ. മൃദുവായ സസ്യഭാഗം, ആ ഒരു വാക്കാണ് ചോദിക്കുക. പ്രീവിയസ് ചോദിച്ചതാണ്. മൃദുവായ സസ്യഭാഗം, വളരെ സോഫ്റ്റ് ആയ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ടിഷ്യൂ ആണ് ഇത് നമ്മളെ പാരൻ കൈമ. വളരെ മൃദുവായിട്ട് നൈസായിട്ട് നമ്മൾ പാര വെക്കാറുണ്ടെന്ന് ആലോചിച്ചാൽ മതി അല്ലെ? അപ്പൊ പാരൻ കൈമ എന്നത് ആലോചിച്ച് വെക്കുക. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഇവർക്ക് ഈ താങ്ങ് നൽകുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പങ്കെടുക്കാൻ പറ്റില്ല. പകരം അവർ വേറെ ധർമ്മം ചെയ്യും. പ്രകാശ സംശ്ലേഷണത്തില്, ആഹാര സംഭരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആണ് എന്ത് ചെയ്യുക? പാരൻ കൈമ സഹായിക്കുക. റെഡി അല്ലേ? ക്ലിയർ?
പിന്നെ സംവഹന കല എന്ന് പറയുന്ന ഹെഡിങ്ങിലാണ് നമ്മൾ സൈലത്തിനെയും ഫ്ലോയത്തിനെയും പഠിക്കുക. ഇവര് സങ്കീർണ കലകളുമാണ്, അല്ലെ, സംവഹന കലകളുമാണ്. അങ്ങനെ പറയാൻ കാരണം എന്താ? ജലവും ലവണത്തിന്റെയും സംവഹനം, ആഹാരത്തിന്റെ സംവഹനം, അല്ലെ, ട്രാൻസ്പോർട്ടിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണ് ഇവരെ നമ്മൾ സംവഹന കലകൾ അല്ലെങ്കിൽ വാസ്കുലാർ ടിഷ്യൂസ് എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, ഇതില് സൈലമാണ് ജലവും ലവണവും കൊണ്ടുപോകുന്നതെന്ന് അറിയാം. സസ്യങ്ങളിലെ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിലേക്കും അതേപോലെ ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യുന്നത് കൊണ്ട് സംവഹന കലകൾ എന്ന് ഇതിനെ നമ്മൾ പറയുന്നു. അതുപോലെ ഇതിന്റെ ഘടന പഠിക്കുമ്പം ഇതിലുള്ള കോശങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങളാണ്. ഓക്കെ, ഒരു കല എന്ന് പറഞ്ഞാൽ കോശങ്ങളുടെ ഒരു കൂട്ടമാണ്. അപ്പോൾ ഒരു കോശത്ത് നിന്നുണ്ടായതാണെങ്കിൽ പോലും ഇതിലുള്ള 4 ടൈപ്പ് കോശങ്ങൾ ഉണ്ടെങ്കിൽ 4 ആൾക്കാർക്ക് 4 വ്യത്യസ്ത ഘടനയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ എന്ത് പറയുന്നത്, സങ്കീർണ കലകൾ എന്നും പറയാനുള്ള കാരണം. ഓക്കെ, പലതരം കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ടവയാകയാൽ ഇവരെ നമ്മൾ സങ്കീർണ കലകൾ എന്നും പറയും. ഇപ്പൊ സസ്യങ്ങളിൽ 2 തരത്തിലുള്ള സംവഹന കലകളാണുള്ളത്, സൈലവും ഫ്ലോയും. സൈലം എന്ന് പറയുമ്പോൾ ഓർമ്മിക്കേണ്ട പോയിന്റ് ആണ്, വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിൽ എത്തിക്കുക എന്ന് പറയുന്നതാണ് പ്രധാന ധർമ്മം. അതിന്റെ കൂടെ തന്നെ ഇതിന്റെ കൂടെ ഈ സൈലത്തിന്റെ എല്ലാ കാര്യങ്ങളും പഠിക്കുമ്പോൾ മനസ്സിലാവും, സൈലത്തിന്റെ കൂടെ സ്ക്ലീറൻ കൈമ എന്ന് പറയുന്ന ഒരു ഭാഗവും പറ്റിച്ചേർന്ന് കാണാം. അതുകൊണ്ട് ഇവർക്ക് സസ്യഭാഗങ്ങൾക്ക് താങ്ങ് നൽകാനും കഴിയും. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ? ഇനി ഫ്ലോയമാണ് അടുത്തത്. ഫ്ലോയം എന്ന് പറയുമ്പോൾ ഇലകൾ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാ? എന്നാലും ചെറുകുടലിനകത്ത് വെച്ചിട്ടാണ് ആഗിരണം, പ്രധാനമായിട്ടും ആഗിരണത്തിന്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്ന ചെറുകുടലിലാണ്. ദഹനം പൂർത്തിയാകുന്ന ഭാഗം ചോദിച്ചാലും നമ്മൾ എവിടെയാ പറയാ? ചെറുകുടലാണ് പറയാ, അല്ലെ? മറക്കരുത്, ദഹനം പൂർത്തിയാകുന്നത് ചോദിച്ചാലും ചെറുകുടലാണ്. അതേപോലെ ആഗിരണം ആരംഭിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറഞ്ഞാലും നമ്മളൊരു ഹയർ ലെവലിലേക്ക് പറയുമ്പോൾ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ ആഗിരണം ഉണ്ട്. എന്നാൽ പോലും നമ്മൾ SCERT ടെക്സ്റ്റിലൊക്കെ പറയുമ്പോൾ മാക്സിമം ആഗിരണം, പ്രധാനമായിട്ട് ആഗിരണം നടക്കുന്ന ഭാഗം എവിടെയാണ്? ചെറുകുടൽ എന്ന് പറയുന്നതാണ്. അപ്പൊ ആഗിരണം നടക്കാൻ വേണ്ടി ചെറുകുടലിന്റെ ഭിത്തി നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഇങ്ങനെ വിരല് പോലെ, നമ്മുടെ കയ്യിലെ വിരല് പൊന്തി നിൽക്കുന്നത് പോലെ, അല്ലെ? അപ്പൊ വിരലുകൾ എന്ന് പറയുന്ന ഒരു വാക്ക് എടുത്ത് ചോദിക്കാറുള്ളതാണ്. അതാണ് എന്ത്? വില്ലസ്. വിരല്, വില്ലസ്, ആലോചിച്ചൂടെ, അല്ലെ? അപ്പൊ വിരലുകൾ പോലെയുള്ള ഭാഗം ഇതുള്ളത് കൊണ്ടാണ് കുറെ ഏരിയയിൽ നിന്ന് ആഗിരണം ചെയ്യാൻ പറ്റുന്നത്. അതാണ് ആഗിരണത്തിന്റെ പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, റെഡി? അപ്പൊ നോക്കിയേ ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിന് മുൻപ് ഇവിടെ കൊടുത്ത ചിത്രം ഏതാ? ഇതാണ് നമ്മളെ വില്ലസിന്റെ ചിത്രം. ജസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗമാണ്. ഇതിനെ കുറച്ചും കൂടെ അൾട്രാ സ്ട്രക്ചർ, അല്ല, ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെയാണ് കാണാൻ പറ്റുന്നത്. ഏറ്റവും പുറമെ ഒരു കവറിംഗ് ഉണ്ട്, അല്ലെ? ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഏറ്റവും പുറമെ ഇങ്ങനെ ഒരു കവറിംഗ് ഉണ്ട്. ഒറ്റ നിര കൊണ്ടുള്ള എപ്പിത്തീലിയൽ കോശങ്ങൾ കൊണ്ട് നേർത്ത ഒരു നിരയാണ് പുറത്ത് കാണാൻ പറ്റുന്നത്, അല്ലെ? അതാണ് അതിന്റെ പ്രാഥമിക പ്രതലമാണ് കാണിച്ചത്. ഓക്കെ, റെഡി? അപ്പൊ ആദ്യം അതിലേക്കാണ് ആഗിരണം ചെയ്തെത്തുക. പിന്നെ അതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഉള്ളിൽ കുറെ കുഞ്ഞു രക്തക്കുഴലുകളാണ്, രക്തലോമികകളാണ് ഉള്ളിലുള്ളത്. ഓക്കെ, രക്തലോമിക, കുഞ്ഞു രക്തക്കുഴൽ. അപ്പൊ ഈ രക്തലോമികയിലുള്ള രക്തത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ആഗിരണം നടക്കുന്നത്. അപ്പൊ ഇവിടെയും പ്രീവിയസ് ചോദിച്ച കാര്യങ്ങളാണ്. ഏതൊക്കെ പോഷക ഘടകങ്ങളാണ് രക്തലോമികയിലുള്ള രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്? അപ്പൊ മറക്കരുത്, ഏതൊക്കെയാണ് നോക്കാം. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡുകൾ എന്നിവ ആഗിരണം ചെയ്യപ്പെടുന്നത് ഈ ഭാഗത്താണ്. ദഹിച്ച ആഹാര സാധനങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ധാന്യകം, അന്നജം ഒക്കെ കഴിച്ചാൽ അത് ദഹിച്ച അവസാനം ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും ഒക്കെ ആയിട്ട് മാറും, അല്ലെ? ഇത് രക്തലോമികയിലുള്ള രക്തത്തിലേക്കാണ് കയറി പോവുക. അതേപോലെ പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം അടങ്ങിയ ആഹാരം കഴിച്ചാൽ അവസാനം ദഹിച്ച അമിനോ ആസിഡ് എന്ന് പറയുന്ന രൂപത്തിലായി മാറും. ഇതും ഈ രക്തലോമികയിലെ രക്തത്തിലേക്കാണ് കയറുക. ഓക്കെ, റെഡി അല്ലേ? പക്ഷെ അവിടെ വേറൊരു ഭാഗം കൂടെ കൊടുത്ത് കാണാലോ, അല്ലെ? ഈ രക്തലോമിക അല്ലാതെ ലാക്റ്റിയൽ എന്ന് പറയുന്ന ഒരു ഭാഗത്തിന് ഇവിടെ കാണാം. ലാക്റ്റിയൽ അല്ലെങ്കിൽ അതിന് ലിംഫ് ലോമിക എന്ന് പറയാറുണ്ട്. ലിംഫ് ലോമിക, രക്തം പോലെ തന്നെ ശരീരത്തിലുള്ള രക്തത്തിൽ നിന്ന് രൂപപ്പെടുന്ന ദ്രാവക ഭാഗത്തിനെയാണ് നമ്മൾ ലിംഫ് എന്ന് പറയാ. അപ്പൊ ഈ ഭാഗവും പോഷകത്തിന്റെ ആഗിരണത്തിന് സഹായിക്കും. ഏതിനെയാണ് ആഗിരണം ചെയ്യുന്നത്? ഇനിയിപ്പോ ഏതാ ബാക്കിയുള്ളേ? ധാന്യത്തിന്റെ കാര്യവും മാംസത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇനി ഏതാ? കൊഴുപ്പടങ്ങിയ, അല്ലെ? കൊഴുപ്പടങ്ങിയ ആഹാരം കഴിച്ചാൽ ദഹിച്ചു കഴിഞ്ഞാൽ ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നുള്ള രൂപത്തിലേക്കാണ് മാറുക. ഇത് ആഗിരണം ചെയ്യപ്പെടുന്നത് എവിടേക്കാണ്? ലാക്റ്റിയൽ അല്ലെങ്കിൽ ലിംഫ് ലോമികയിലേക്കാണ്. ജലത്തിൽ പെട്ടെന്ന് ലയിക്കാത്തതാണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും. അതുകൊണ്ടാണ് അവർക്ക് രക്തത്തിൽ കയറി പോകാൻ കഴിയാതെ പകരം എന്ത് ഭാഗത്തു കൂടെ പോകുന്നത്? ലാക്റ്റിയൽ എന്ന് പറയുന്ന ഭാഗത്തിൽ കൂടെ പോകുന്നത്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള അമിനോ ആസിഡ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് എന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ ജലത്തിൽ ലയിച്ച് പെട്ടെന്ന് രക്തലോമികയിലെ രക്തത്തിൽ പോകുമ്പോൾ ഇതിന് കൊഴുപ്പ് അടങ്ങിയിരിക്കുന്ന അല്ലെ ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ ഒക്കെ ലാക്റ്റിയലിലേക്കാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്. റെഡി അല്ലേ? അപ്പൊ ഇതും കൂടെ പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ഓപ്ഷൻസിൽ ലെന്റിസൽ എന്ന് പറയുന്ന ഒരു വാക്ക് കാണാം, ഡെൻഡേൻ എന്ന് പറയുന്ന ഒരു വാക്ക് കാണാം, ആൽവിയോലസ് എന്ന് പറയുന്ന ഒരു വാക്ക് കാണാം. ജസ്റ്റ് ആ വാക്ക് ഒന്ന് പരിചയപ്പെട്ടിട്ട് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, റെഡി?
അപ്പൊ ഇവിടെ നോക്കിയേ, ഇത് പുതിയ ടെക്സ്റ്റ് ആണ്, പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിൽ സ്റ്റൊമാറ്റ, ലെൻഡിസൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2 വാക്ക് കൊടുത്തു അല്ലെ. അപ്പൊ മനസ്സിലാക്കുക, സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രം എന്ന് നമ്മൾ മലയാളത്തിൽ മുൻപേ പറഞ്ഞതാണ്. പുതിയ ടെക്സ്റ്റില് സ്റ്റൊമാറ്റ എന്നുള്ള ഇംഗ്ലീഷ് വാക്കാണ് ഉപയോഗിക്കുന്നത്, പക്ഷെ 2 ഓർമ്മിക്കുക, ആസ്യരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റ. ഇത് എവിടെ കാണുന്നതാണ്? ഇലകളിൽ കാണപ്പെടുന്ന കുഞ്ഞു സുഷിരങ്ങൾക്കാണ് സ്റ്റൊമാറ്റ എന്ന് പറയാം. ലെൻഡിസെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? കാണ്ഡഭാഗത്താണ്. കാണ്ഡം എന്ന് പറയുമ്പോൾ ഒരു വലിയ മരത്തടി അല്ലെ, കുറച്ച് നല്ല കട്ടി വെച്ചിട്ടുള്ള മരത്തടിയാണ്. അതിന്റെ മുകളിൽ കാണപ്പെടുന്ന ലെൻസിന്റെ ഒക്കെ ആകൃതിയിൽ കാണപ്പെടുന്ന ഒരു സൂക്ഷ്മ സുഷിരങ്ങളുണ്ട്, അതിനെയാണ് ലെൻഡിസെൽ എന്ന് പറയാം. അപ്പൊ ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ട? സസ്യങ്ങളില് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലബാഷ്പം ഇങ്ങനെയുള്ള സംവഹനത്തിന് സഹായിക്കുന്ന സൂക്ഷ്മ സുഷിരങ്ങളിൽ ഒന്നാണ് ഇത് ലെൻഡിസെൽ. അപ്പൊ സസ്യങ്ങളായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് ഇത് ലെൻഡിസെൽ. അതേപോലെ ഹൈഡത്തോട് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, അതും സസ്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. എവിടെയാണ്? ഒരു ഇലയുടെ, ഒരു ലീഫിന്റെ ഇലയുടെ ഒക്കെ അറ്റത്ത് കാണപ്പെടുന്ന സുഷിരത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? ലെൻഡിസെൽ എന്ന് പറയുന്നത്. ഓക്കെ, ലെൻഡിസെൽ. അപ്പൊ കാണുന്നില്ല, ഒരു വെള്ളത്തുള്ളി പോലെ ഇവിടെ ഇങ്ങനെ വരും അല്ലെ. അപ്പം ആ വെള്ളം പുറത്തേക്ക് വരുന്ന അധികമുള്ള ജലത്തിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ടൊക്കെ ഇലയുടെ ഒക്കെ അറ്റത്ത് കാണപ്പെടുന്ന കുഞ്ഞു സുഷിരത്തിനെയാണ് നമ്മൾ ഹൈഡത്തോട് എന്ന് പറയുന്നത്. ജലം, ലവണം ഇതിനെയൊക്കെ പുറന്തള്ളാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഗട്ടേഷൻ എന്നൊക്കെ പേരുള്ള പ്രവർത്തനം ഒക്കെ നടക്കുന്നതാണ് ഇതിൽ കൂടെ, ഹൈഡത്തോട് എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗിൽ കൂടെ. സ്റ്റൊമാറ്റയിൽ കൂടിയാണ് ഏത് പ്രക്രിയ നടക്കുക? നമുക്കറിയാം, സസ്യസ്വേദനം അല്ലെ. സസ്യസ്വേദനം അല്ലെങ്കിൽ ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് സ്റ്റൊമാറ്റയിൽ കൂടിയാണ്. ഹൈഡത്തോടിൽ കൂടിയാണ് ഗട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഗട്ടേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തുള്ളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും, പക്ഷേ സസ്യസ്വേദനം എന്ന് പറഞ്ഞാൽ വിയർപ്പ് പോലെ ബാഷ്പരൂപത്തിലാണ് ജലം പോവുക, നമുക്ക് കാണാൻ പറ്റാത്ത പ്രക്രിയയാണ്. ഓക്കെ, യെസ്, റെഡി. ഇനി ഇത് പഴയ ടെക്സ്റ്റ് ആണ്, പഴയ ടെക്സ്റ്റിൽ കൊടുത്തതാണ്. അപ്പം ഇതിൽ നോക്കുക, എല്ലാം സെയിം തന്നെയാണ്. പഴയത് പുതിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തെറ്റല്ല, എല്ലാം ഓക്കെയാണ്. പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ ചെറിയ വ്യത്യാസം വരുത്തി അങ്ങനെയൊക്കെ ഉള്ളൂ. ഓക്കെ, റെഡി, എല്ലാം ഓർമ്മിച്ച് വെച്ചേക്കുക. ഇവിടെ കൊടുത്തിട്ടുണ്ട് ലെൻഡിസെൽ എന്ന് പറയുന്ന ഭാഗവും ഒക്കെ അവിടെ കൊടുത്ത് കാണാം. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉപോൽപ്പന്നമായ ഓക്സിജൻ, ശ്വസനത്തിന്റെ ഉപോൽപ്പന്നമായ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ പുറന്തള്ളാൻ സഹായിക്കുന്ന സുഷിരമാണ്. ഈ പറഞ്ഞിരിക്കുന്ന 2ഉം സുഷിരമാണ്, കുഞ്ഞു സുഷിരങ്ങളാണ് ഇത് ലെൻഡിസെൽ എന്ന് പറഞ്ഞാലും. ഓക്കെ, ഹൈഡത്തോട് എന്ന് പറയുന്ന വാക്കും എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ അല്ലെ. ഇനി ഓപ്ഷനിൽ കണ്ട വേറൊരു വാക്ക് ഏതാ? ആൽവിയോലസ് ആണ്. ആൽവിയോലസ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഒരു വേർഡ് കേട്ടാൽ ഏത് ഭാഗമായിട്ട് ബന്ധപ്പെട്ടാണ്? മനുഷ്യ ശരീരത്തില് ശ്വസനം അല്ലെ, ശ്വാസകോശം, അതിന്റെ ഘടന പഠിക്കുമ്പോൾ അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത് ആൽവിയോലസ്. ആൽവിയോലസുകൾ എന്ന് പറഞ്ഞാൽ വായു അറ എന്ന് പറയുന്നതിന്റെ ഇംഗ്ലീഷ് വാക്കാണിത് ആൽവിയോലസ്. അപ്പൊ പുതിയ ടെക്സ്റ്റില് ഇംഗ്ലീഷ് വാക്കാണ് കുറച്ചും കൂടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ 2 വാക്കും പഠിച്ചു വെച്ചേക്കുക. റെഡി അല്ലേ? കണ്ടല്ലോ, ഓപ്ഷനിൽ ആൽവിയോലസ് എന്നാ കൊടുത്തേ. വായു അറേന്റെ ഇംഗ്ലീഷ് ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാന്ന്, വായു അറേനെ പറ്റി ചോദിക്കുന്നതാണ്. വാതക വിനിമയം നടക്കുന്ന ഭാഗം അല്ലെ, ശ്വാസകോശത്തിനകത്ത് വാതക വിനിമയം നടക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങുക കൊടുക്കുക ചെയ്യുന്ന പരിപാടിയില്ലേ, അതിനെയാണ് വാതക വിനിമയം. അപ്പൊ അതിനെ സഹായിക്കുന്ന ചെറിയ കുഞ്ഞു, വളരെ നേർത്ത സ്ഥലത്തോട് കൂടിയ കുഞ്ഞു കുഞ്ഞു അറകൾ പോലെയുള്ള അല്ലെ, നമ്മൾ ബലൂൺ വീർപ്പിച്ചതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സ്ട്രക്ചേഴ്സിനാണ് എന്ന് പറയാ വായു അറ അല്ലെങ്കിൽ ആൽവിയോലസ് എന്ന് പറയാം. ഇത് എവിടെയാണ് ഓർമ്മിക്കേണ്ടത്? ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ടതാണ്. വേറൊരു വേർഡ് നമ്മൾ കണ്ടത് ഏതാ? ഡെൻഡൈൻ ആണ് കണ്ടത്. അപ്പൊ ആ ഭാഗം മാത്രം ഓർമ്മിക്കാണ്. ഡെൻഡൈൻ എന്ന് പറഞ്ഞാൽ എന്തിലാണ്? ഡെൻഡൈൻ, ഡെന്റിസ്റ്റ്, പല്ല് അല്ലെ. അപ്പൊ പല്ലുമായിട്ട് ബന്ധപ്പെട്ട വേർഡാണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല, ഇങ്ങനെ ചോദിക്കുന്നതാണ്, പ്രീവിയസ് ആണ്. ജീവനുള്ള കല എന്നെടുത്ത് ചോദിച്ചാൽ മാത്രം ഡെൻഡൈൻ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവാം. ഓക്കെ, ഇനി അല്ലെങ്കിൽ ഇനാമൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. ഇനാമൽ എന്ന് പറയുന്ന ആൻസറിലേക്ക് വരണമെങ്കിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് ഇനാമൽ. ആ ഇനാമൽ കൊണ്ട് നിർമ്മിച്ച ഭാഗമാണ് നമ്മളെ പല്ല്. അപ്പം ഏത് ഭാഗം എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഇനാമൽ കൊണ്ട് നിർമ്മിച്ച പല്ല് ഭാഗമായിട്ട് പറയും. പദാർത്ഥം ഏതാന്ന് ചോദിക്കുമ്പോൾ ഇനാമൽ ആൻസർ ആയിട്ടും വരും. ഓക്കെ, അല്ലെങ്കിൽ പല്ലിന്റെ പുറം കവചം അല്ലെങ്കിൽ ബാഹ്യ ആവരണം, ആ രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ എന്താണ്? ഇനാമലാണ്. പക്ഷെ ഇനാമല് നിർജീവമാണ്, ജീവൻ ഇല്ലാത്ത പദാർത്ഥമാണ്. പക്ഷെ ഡെൻഡൈൻ എന്ന് പറഞ്ഞാൽ ജീവൻ ഉള്ളതാണ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ എന്താണ് പറയാം? അപ്പം വൃക്കാസിര, വൃക്കാധമനി, അധോ മഹാസിര, ഊർധ മഹാസിര. എന്തായാലും വൃക്ക എന്നുണ്ടാവുമല്ലോ, എ ആണോ സി ആണോ എന്നുള്ള കൺഫ്യൂഷൻ ആണ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ എന്തായാലും വൃക്കയിലേക്ക് രക്തം, അപ്പം മാലിന്യങ്ങളൊക്കെ അരിച്ച് ശുദ്ധീകരിക്കാൻ ആവശ്യമായിട്ട് ആ രക്തത്തിന് വൃക്കയിലേക്ക് കൊടുക്കണം അല്ലെ. മഹാധമനി ഹൃദയത്തിൽ നിന്ന് രക്തം പമ്പ് ചെയ്ത് പുറത്തേക്ക് വിടുകയാണ്. ഓക്സിജൻ ഒക്കെ അടങ്ങിയിട്ടുള്ള ശുദ്ധരക്തമാണ് പുറത്തേക്ക് പമ്പ് ചെയ്യുന്നത് മഹാധമനിയിൽ കൂടെ. പക്ഷെ ആ ഓക്സിജൻ ഉള്ള ശുദ്ധരക്തമാണെങ്കിൽ പോലും ഓക്സിജൻ അല്ലാത്ത മറ്റുള്ള മാലിന്യങ്ങൾ, യൂറിയ, യൂറിക് ആസിഡ് ഇങ്ങനെയുള്ള കുറെ മാലിന്യങ്ങൾ ഉണ്ടാവും. അതിനെ അരിച്ച് ശുദ്ധീകരിക്കാൻ വേണ്ടി മഹാധമനി വൃക്കാധമനി എന്ന് പറയുന്ന ശാഖയായി മാറി വൃക്കയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കും. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ വൃക്കേന്റെ ഉള്ളിലേക്ക് പോകുന്നതിന്റെ പേരാണെന്ത്?
ഇത് അവിടെ കൊടുത്തിട്ടില്ലേ, വൃക്കാധമനി. ഓക്കെ, എന്താണ് ആൻസർ? വൃക്കാധമനി. അപ്പൊ അത് അരിച്ച് ശുദ്ധീകരിച്ച മാലിന്യങ്ങളാണ് മൂത്രത്തിന്റെ രൂപത്തിൽ വൃക്കയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അപ്പൊ മൂത്രത്തിന്റെ രൂപത്തിൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള രക്തം, ശുദ്ധീകരിച്ചു കഴിഞ്ഞ രക്തം വൃക്കയിൽ നിന്ന് എന്ത് ചെയ്യണം, പുറത്തേക്ക് വരും അല്ലെ. പുറത്തേക്ക് വരുന്നത് എന്തിൽ കൂടിയാണ്? വൃക്കാസിരയിൽ കൂടിയാണ്. അത് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാ വരിക? ആൻസർ എന്താ വേണ്ടേ? വൃക്കാധമനിയാണ് അല്ലെ. രക്തം കൊണ്ടുവരുന്ന കുഴലാണ് വൃക്കയിലേക്ക്. അപ്പം ആൻസർ ഓപ്ഷൻ സി, വൃക്കാധമനി. അപ്പം പുറത്തേക്ക് വരുന്നത് ഏതിൽ കൂടിയാണ്? വൃക്കാസിരയിൽ കൂടിയാണ്. കിട്ടിയില്ലേ? ഇനി അധോ മഹാസിര, ഊർധ്വ മഹാസിര രണ്ടും ഏത് അവയവുമായിട്ട് ബന്ധപ്പെട്ട പഠിക്കണ്ടേ? ഹൃദയത്തിന്റെ ഘടന പഠിക്കുമ്പോഴാണ്. ഹൃദയത്തിന് നമുക്കറിയാം മനുഷ്യന്റെ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട് 4 അറകൾ ഉണ്ടെന്ന് അറിയാം അല്ലെ. മുകളിലുള്ള അറേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഏട്രിയങ്ങൾ എന്നും താഴെയുള്ളതിനെ വെൻട്രിക്കിൾ എന്നുമാണ് പറയാം. അപ്പൊ ഒരു ഹൃദയത്തിന്റെ ഘടന പഠിക്കുമ്പോൾ ഇത് വലതു ഭാഗമായിട്ടും ഇത് ഇടതു ഭാഗം, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ടത്. ഓക്കെ, ഇതാണ് വലത്, ഇത് ഇടത്. ഓക്കെ, റെഡി? ഒരു ചിത്രം കാണുമ്പോൾ ആ രീതിയിൽ എടുക്കാം. നമ്മളെ കൈന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗമായിട്ട് അതിന് പേര് കൊടുക്കാം. ഓക്കെ, അപ്പൊ നോക്കിയേ, വലത് ഭാഗത്ത് എപ്പോഴും അശുദ്ധ രക്തമാണ് ഉണ്ടാവുക, അശുദ്ധ രക്തമാണ്. ഇടത് ഭാഗത്ത് എപ്പോഴും ശുദ്ധരക്തമാണ് ഉണ്ടാവുക. ഇതൊക്കെ നമ്മൾ ഓൾറെഡി മുൻപേ ഒരു വീഡിയോയിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മുന്നത്തെ ഒരു വീഡിയോയിലാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് എടുത്ത് കണ്ടാൽ മതി. അപ്പൊ ഇതിന് മുൻപേ ഉള്ളതിൽ ഹൃദയത്തിന്റെ ഘടനയൊക്കെ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും മനസ്സിലാക്കുക, ഈ വലത് ഭാഗത്തുള്ള മുകളിലത്തെ അറയിലേക്കാണ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയ അശുദ്ധ രക്തം ആദ്യം എത്തുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം എത്തുന്ന ആ അറേന്റെ പേരാണ് ഏതാണ്? ഇതാണ് വലതെങ്കിൽ വലതുള്ള ഏട്രിയം എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് എത്തുക. ഓക്കെ, ആ വലത് ഏട്രിയത്തിലേക്ക് അശുദ്ധ രക്തത്തിനെ എത്തിക്കുന്ന 2 സിരകളാണ്, ഒന്ന് ഊർധ്വ മഹാസിരയും ഒന്ന് അധോ മഹാസിരയും. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഊർധ്വ മഹാസിര ശരീരത്തിന്റെ മുകൾ ഭാഗത്തു നിന്നൊക്കെയുള്ള മാലിന്യങ്ങൾ നിറഞ്ഞ രക്തത്തിനെ ഇവിടെ എത്തിക്കുന്ന ആളാണ്. അതേപോലെ ശരീരത്തിന്റെ താഴെയുള്ള ഭാഗത്തു നിന്ന് മാലിന്യങ്ങൾ നിറഞ്ഞ അശുദ്ധ രക്തത്തിന്, മാലിന്യം എന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള രക്തത്തിന് എത്തിക്കുന്നതാണ് ഇത്. ഓക്കെ, അപ്പൊ ഊർധ്വ മഹാസിര, അധോ മഹാസിര 2 സിരകളും വന്ന് തുറക്കുന്ന എവിടെയാണ്? വലത് ഏട്രിയത്തിലേക്കാണ്. ഓക്കെ, റെഡി അല്ലേ? പിന്നെ വലത് ഏട്രിയത്തിൽ എന്ന് പറയുമ്പം വലത് വെൻട്രിക്കിളിൽ വരും, ശ്വാസകോശത്തിലേക്ക് പോകുന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഓൾറെഡി പ്രീവിയസ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവർ അതൊന്ന് ജസ്റ്റ് എടുത്തിട്ട് കണ്ടാൽ മതി. യെസ്, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? നേത്ര വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ഇതിനെടുക്കാം, അല്ലെങ്കിൽ അതിന്റെ കൂടെ തന്നെ വിറ്റാമിൻ പഠിച്ചാൽ അവിടെയും കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗമാണ് സീറോഫ്താൽമിയ എന്നാണ് കൊടുത്തത്. ഇത് രോഗം പഠിച്ച് വിറ്റാമിനുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ പഠിച്ച ആൾക്കാർക്കാണ് ഇത് കിട്ടുക. ഓക്കെ, അപ്പൊ കണ്ണിന്റെ ഘടനയിൽ 10ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിലും വിറ്റാമിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആ ഒരു ടോപ്പിക്കിലും പഠിക്കുന്നതാണ്. സീറോഫ്താൽമിയ എന്ന് പറയുന്നത് വിറ്റാമിൻ എന്റെ അപര്യാപ്തത കൊണ്ട് കണ്ണിനുണ്ടാവുന്ന പ്രശ്നമാണ്. അതും കണ്ണിന്റെ കോർണിയ എന്ന് പറയുന്ന ഭാഗത്തിന് വരണ്ട് അധാര്യമായി പോകുന്ന അവസ്ഥയെയാണ് നമ്മൾ സീറോഫ്താൽമിയ എന്ന് പറയാം. അല്ലാതെ കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നതല്ല അല്ലെ. അപ്പൊ അങ്ങനെ അത് വേണമെങ്കിൽ അതിന് എന്ത് പറയാം? നമ്മള് വെള്ളെഴുത്ത് എന്ന്, പ്രായമാകുമ്പോൾ കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തികതയൊക്കെ പോകും. വെള്ളെഴുത്ത് അല്ലെങ്കിൽ പ്രസ്ബയോപ്പിയ ഇങ്ങനെയുള്ള പേരൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു രോഗത്തിനെ പറയും. അല്ലാതെ ഇത് സീറോഫ്താൽമിയ അല്ല. ഓക്കെ, റെഡി അല്ലേ? അപ്പം ഇത് ഒന്നാമത്തത് എന്താ? സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. വിറ്റാമിൻ ബിയുടെ കുറവ് നിശാന്തതയ്ക്ക് കാരണമാവും. നിശാന്തത എന്ന് പറഞ്ഞാൽ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? മങ്ങിയ വെളിച്ചത്തിൽ വ്യക്തമായി കാണാൻ പറ്റാത്ത അവസ്ഥ അല്ലെ. അപ്പൊ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ഒരിക്കലും വിറ്റാമിൻ ബി വരൂല. കണ്ണേ എന്ന് പറയുമ്പോൾ എ ആണ് അല്ലെ, വിറ്റാമിൻ എ ആണ്. സോ ബി അല്ല, തെറ്റാണ്. ബി എന്ന് പറയുമ്പോൾ ബെറി എന്ന് പറയുന്ന രോഗം, വായപ്പുണ്ണ്, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെയാണ് ആലോചിക്കേണ്ടത്. അപ്പൊ അതും പോയി അല്ലെ. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. ശരിയായ പ്രസ്താവനയാണ്, ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു പറയുന്ന കാര്യമാണ്. കണ്ണിനുള്ളിൽ മർദ്ദം കൂടാൻ കാരണം എന്താ? അക്വസ് ദ്രവം എന്ന് പറയുന്ന ദ്രവത്തിന്റെ അളവ് കൂടുമ്പോഴാണ് കണ്ണിന്റെ ഉള്ളിൽ മർദ്ദം കൂടുക. അപ്പൊ അത് ഓർമ്മിച്ചു വെക്കുക, ശരിയാണ്. കണ്ണിലെ ലെൻസ് അധാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. നമ്മളെ കണ്ണിലുള്ള ബൈ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്ന ലെൻസ് പ്രകാശത്തെ കടത്തിവിടാൻ കഴിവുള്ള സുതാര്യമാണ്. അത് അധാര്യമായി പോയാൽ ഉണ്ടാവുന്ന അവസ്ഥയാണ് തിമിരം അല്ലെങ്കിൽ കാറ്ററാക്ട്. ശരിയാണ്. ഓക്കെ, അപ്പൊ ശരിയായ പ്രസ്താവന ഏതാ? 3 ശരിയാണ്, 4 ശരിയാണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി അല്ലെ. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. കിട്ടിയല്ലോ? റെഡി അല്ലേ? ക്ലിയർ? അപ്പൊ നോക്കുക, അതവിടെ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റില്. 10ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ണിനെ പറ്റി പഠിക്കാനുള്ള ജ്ഞാനേന്ദ്രിയങ്ങളായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററിൽ എല്ലാം എടുത്ത് പറയുന്നതാണ്. നിശാന്തത, നൈറ്റ് ബ്ലൈൻഡ്നെസ് കാണാം. ഏതാ വേണ്ടേ? വിറ്റാമിൻ എന്റെ കുറവാന്ന് മനസ്സിലാക്കുക. അതേപോലെ മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത രോഗം. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ കണ്ണിന്റെ അകത്തുള്ള റൊഡോപ്സിന്റെ പുനർനിർമ്മാണം കുറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് കാണാം. ആ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. നെക്സ്റ്റ് സീറോഫ്താൽമിയ ആണ്. അതും വിറ്റാമിൻ എ ആണ്. പക്ഷെ എങ്ങനെ ചോദിക്കും? കോർണിയ എന്ന് പറയുന്ന ഒരു ഭാഗം
അത് വരണ്ട് അതാര്യം എന്നൊക്കെ പറഞ്ഞാൽ മാത്രമേ സിറോഫ്താൽമിയ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകാൻ പാടുള്ളൂ. മങ്ങിയ വെളിച്ചാണെങ്കിൽ നിശാന്തത. അപ്പൊ രണ്ടും വിറ്റാമിൻ എ ആയിട്ട് ബന്ധപ്പെട്ട അസുഖമാണ് അല്ലെ. പിന്നെ കണ്ണിന്റെ അസുഖത്തിലാണ് വർണ്ണാന്തത എന്ന് പറയുന്ന ഒരു അസുഖം കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ആരംഭിക്കണം. വർണ്ണങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്തത്. വർണ്ണങ്ങൾ എന്ന് പറയുമ്പോൾ ചുവപ്പ്, പച്ച, നീല ഇങ്ങനെയുള്ളതാണ് നമ്മളെ പ്രാഥമിക വർണ്ണം അല്ലെ. അപ്പൊ ഈ കൂട്ടത്തില് അധികവും ചുവപ്പും പച്ചയും നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു രോഗാവസ്ഥയിലേക്ക് എത്തും. ജനിതക കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഉണ്ടാവുക. ഇതിനെയാണ് നമ്മൾ വർണ്ണാന്തത എന്ന് പറയുന്നത്. ഡാൾട്ടനിസം എന്നുള്ള പേരിലൊക്കെ ഡാൾട്ടനിസം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു രോഗം കൂടിയാണ് എന്ത്, വർണ്ണാന്തത. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് അല്ലെ പാസ്സാവാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, സിഗ്നലൊക്കെ തിരിച്ചറിയണ്ടേ അല്ലെ. അപ്പൊ നീല കളറിന് പ്രശ്നം ഉണ്ടാവാറില്ല, പച്ചയും ചുവപ്പുമാണ് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. ഗ്ലോക്കോമ കണ്ടല്ലോ, ഗ്ലോക്കോമ ഇതാണ് ഇപ്പൊ ഓപ്ഷനിൽ കണ്ടത്. എക്വസ് ദ്രവത്തിന്റെ അളവ്, എക്വസ് ദ്രവം എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ കുഞ്ഞായിട്ടുള്ള ഒരു അറയുണ്ട് അല്ലെ, ലെൻസിന് മുന്നിലുള്ള അറ, അവിടെ ഉണ്ടാകുന്ന ദ്രവമാണ്. അത് രൂപപ്പെട്ടാൽ തിരിച്ച് രക്തത്തിലേക്ക് പോകേണ്ടതാണ്. പക്ഷെ അങ്ങനെ പോവാതെ അവിടെ തന്നെ നിന്നാൽ അളവ് കൂടി മർദ്ദം കൂടി അവസാനം അന്ധതയിലേക്ക് നയിക്കുന്ന അവസ്ഥ. ഓക്കെ റെഡി. അപ്പൊ ഇവിടെ നോക്കുക, കണ്ണിന്റെ മർദ്ദം കൂടി എന്നുള്ള വാക്കൊക്കെ ടെക്സ്റ്റ് പറയുന്നതാണ്, ഗ്ലോക്കോമ എന്ന് പറയുന്നതാണ്. ഓക്കെ. വന്നാല് ലേസർ ചികിത്സയിൽ കൂടിയൊക്കെയാണ്, ലേസറിൽ കൂടെയൊക്കെ എന്ത് ചെയ്യുക, അത് കറക്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പം നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നൊക്കെ നമ്മൾ ഗ്ലോക്കോമനെ പറയാറുണ്ട്. തിമിരം, ഇതാ കണ്ണിലെ ലെൻസ് അധാര്യമാകുന്നതാണ് തിമിരം. അപ്പൊ തിമിര ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ ലെൻസ് നീക്കം ചെയ്യാണ് ചെയ്യും. റെഡി, ക്ലിയർ. എന്നിട്ട് എന്ത് ചെയ്യണം, മറ്റുള്ള വേറെ ലെൻസ് ഇടണം, ആർട്ടിഫിഷ്യൽ ലെൻസ് ഇംപ്ലാന്റ് ചെയ്യും. അപ്പൊ എന്തായാലും ലെൻസ് അധാര്യമാകുന്നു എന്ന് പറയുമ്പോഴാണ് ഇത് ഓർമ്മിക്കുക. ചെങ്കണ്ണ് ആലോചിക്കണം, ചെങ്കണ്ണ് കൺജങ്ക്ടൈവ അല്ലെ എന്ന് പറയുന്ന പാളിക്ക് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ ആണ്. അപ്പൊ കൺജങ്ക്ടൈവ എന്ന് പറയുന്ന പാളിക്ക് വൈറസോ ബാക്ടീരിയയോ ഒക്കെ കാരണം ഇൻഫെക്ഷൻ ഉണ്ടാവുമ്പോഴാണ് ചെങ്കണ്ണ് വരിക. സ്പർശനത്തിൽ കൂടെ പകരുന്ന രോഗത്തിലാണ് നമ്മൾ ഇതിനെ പഠിക്കുക. സ്പർശനത്തിൽ കൂടെയൊക്കെയാണ് ഈ രോഗം പകരുന്നത്. റെഡിയല്ലേ? ഇനി പിന്നെ ഒരു കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു കാണാം. അപ്പൊ ചെറിയ കുട്ടികളെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്തായാലും കമ്പ്യൂട്ടറിന്റെയും സെൽഫോണിന്റെ ഒക്കെ ഉപയോഗം കൂടി കഴിഞ്ഞാൽ കണ്ണിനുണ്ടാവുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയാം. സിൻഡ്രോം എന്ന് പറഞ്ഞാൽ കുറെ പ്രശ്നങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മൾ സിൻഡ്രോം എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. അപ്പൊ എന്തായാലും കണ്ണിന് സ്ഥിരമായി കണ്ണിങ്ങനെ ചിമ്മാതെ കുറെ നേരം നോക്കി നിൽക്കുമ്പോൾ കണ്ണെന്ത് ചെയ്യാണ് അല്ലെ, ഡ്രൈ ആയി പോവാണ് ചെയ്യുക. അപ്പൊ നോക്കുക, ഉപയോഗം കണ്ണിന്റെ ഫോക്കസ് ചെയ്യാനുള്ള കഴിവിനെ ബാധിക്കും. തലവേദന ഉണ്ടാവും, അതേപോലെ കണ്ണ് വരണ്ടു പോവുക, ഡ്രൈ ആയി പോവുക, കണ്ണിന് അമിത സമ്മർദ്ദം അനുഭവപ്പെടുക, അപ്പൊ സ്ട്രെസ് കൂടുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. മുൻപേ ഒരു എക്സാമില് ലക്ഷണങ്ങൾ ചോദിച്ചതാണ് കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. റെഡി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവി. ഒന്നുകിൽ ബാക്ടീരിയ രോഗങ്ങൾ പഠിക്കുമ്പോൾ ആ ഒരു സെഷനിൽ ബാക്ടീരിയനെ പറ്റി പഠിക്കുമ്പോൾ ഈ ഒരു വാക്ക് കേൾക്കുന്നതാണ് അല്ലെ. ബാക്ടീരിയകളൊക്കെ ഉൾപ്പെടുന്ന വിഭാഗത്തിന്റെ കേസാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഏതാ വരിക? ആൻസർ എന്താ? അപ്പം ഓപ്ഷൻ സി മുനീറ. മുനീറ എന്നതാണ് ആൻസർ. അപ്പൊ ഇത് എങ്ങനെ കിട്ടും? ഇത് 8ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ജീവികളെ വർഗീകരണമായിട്ട് ബന്ധപ്പെട്ട് 5 കിങ്ഡം വർഗീകരണം, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, RH വിറ്റക്കർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അല്ലെ. അപ്പൊ ജീവികളെ 5 ഗ്രൂപ്പുകളാക്കി തരംതിരിച്ച ആളാണ്. ഇതാണ് 5 ഗ്രൂപ്പിന്റെ പേര്. ഇവിടെ കാണാം, മുനീറ ബാക്ടീരിയ വരുന്ന ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളായിരിക്കും. ന്യൂക്ലിയസ് ഇല്ലെങ്കിൽ നമ്മൾ ഒരു പേര് പറയും, എന്താ പറയാ, പ്രോക്യാരിയോട്ടുകൾ എന്നാണ് വിളിക്കുക അല്ലെ. അപ്പൊ എല്ലാ പ്രോക്യാരിയോട്ടും വരുന്ന ഏകകോശ ജീവികളായിരിക്കണം എന്നും ഉറപ്പാണ്. അത് വരുന്ന ഗ്രൂപ്പാണ് ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. ഇവരൊക്കെ ഏതിലാ വരിക? മുനീറയിലാണ് വരിക. ഇനി ന്യൂക്ലിയസ് ഉള്ള ഏകകോശ ജീവിയാണെങ്കിലോ അടുത്ത ലെവല് അല്ലെ. അപ്പൊ ന്യൂക്ലിയസോട് കൂടി ഏകകോശ ജീവിയാണെങ്കിൽ അടുത്ത ഗ്രൂപ്പാണ് എന്ത്? പ്രൊട്ടിസ്റ്റ, അമീബ, പാരമീസിയം, യൂഗ്ലീന പോലെയുള്ള ജീവികളൊക്കെ വരുന്ന ഗ്രൂപ്പാണ് രണ്ടാമത്തെ. ഓക്കെ. ഇനി ഫഞ്ചെ എന്ന് പറയുന്നതാണ് 3ാമത്തെ ഗ്രൂപ്പ്. ഫഞ്ചെ എന്ന് പറയുമ്പോൾ ഫംഗസുകളെ ആലോചിക്കുക. ആ ഗ്രൂപ്പില് ഏകകോശ ജീവിയായ ഫംഗസ് ഉണ്ട്, അധികവും ബഹുകോശ ജീവികളായ ഫംഗസുകളൊക്കെ വരുന്ന ഗ്രൂപ്പാണ്. അപ്പൊ ഓർമ്മിച്ച് വെച്ചിരിക്കുക. കുമിളുകൾ എന്നൊക്കെ എക്സാമ്പിൾ കൊടുത്തതാണ്. നമ്മളെ മഷ്റൂം ഇല്ലേ, കൂൺ, അതൊക്കെയാണ് ഈ ഗ്രൂപ്പിൽ വരിക. ഇനി പ്ലാന്റ് ആണ്, പേര് പോലെ തന്നെ എല്ലാ സസ്യങ്ങളും വരുന്ന ഗ്രൂപ്പ് അല്ലെ. സസ്യങ്ങളെ സവിശേഷതയാണ് അടുത്ത കോളത്തിൽ കൊടുത്തത്. സസ്യങ്ങൾ എന്ന് പറയുമ്പം സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ളവരാണ്, സ്വപോഷികളാണ്. പക്ഷെ സഞ്ചാരശേഷി ഉണ്ട്. സസ്യങ്ങൾ നടന്നു പോകും ഇല്ലല്ലോ, സഞ്ചാരശേഷി ഇല്ലാത്തവരാണ്. അതേപോലെ ബഹുകോശ ജീവികളാണ് എന്ത്? സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ. അനിമാലിയ, എല്ലാ അനിമൽസും ജന്തുക്കൾ വരുന്നതാണ്. അപ്പൊ മനുഷ്യൻ ഉൾപ്പെടെയുള്ള നമ്മളൊക്കെ വരുന്ന ഗ്രൂപ്പാണ് അനിമാലിയ. അനിമാലിയ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തം ആഹാരം ഉണ്ടാക്കുവോ? പരപോഷികളാണ് അല്ലെ. പരപോഷികളാണ്, സസ്യങ്ങളെ ആശ്രയിക്കുന്നവരാണ്, പരപോഷികളാണ്. പക്ഷെ നമുക്ക് സഞ്ചാരശേഷിയുണ്ട്,
നമ്മളൊക്കെ ബഹുകോശ ജീവികളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ജീവികൾ വരുന്ന ഗ്രൂപ്പാണ്. ഇങ്ങനെയാണ് ജീവികളെ 5 ഗ്രൂപ്പാക്കി വർഗീകരിച്ചത്. മൊനീറ മാത്രമാണ് ന്യൂക്ലിയസ് ഇല്ലാത്ത ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്, പ്രോക്യാരിയോട്ട്. ബാക്കിയുള്ളവരെല്ലാം യൂക്യാരിയോട്ടുകളാണ്. എല്ലാ ഗ്രൂപ്പും യൂക്യാരിയോട്ട് ആണ്. അതിൽ തന്നെ പ്രൊട്ടിസ്റ്റ എന്ന് പറയുമ്പോൾ യൂക്യാരിയോട്ട് ആണ്, പക്ഷെ ഏകകോശ ജീവികളായിരിക്കണം. ഓക്കെ, അപ്പൊ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് പറയാ. റോബർട്ട് എച്ച് വിറ്റക്കർ ആണ് ആവിഷ്കരിച്ചത്. റെഡി? ഇനി 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. 2 ഗ്രൂപ്പായി വർഗീകരിച്ചത് ചോദിച്ചാൽ ലിനേയസ് ആണ്. 6 ഗ്രൂപ്പായി വർഗീകരിച്ചത് ആരാന്ന് ചോദിച്ചാൽ കാൾ വൗസ് എന്ന് പറയുന്ന ആളുടെ പേരാണ്. ആലോചിച്ച് നോക്കുക. ഓക്കെ, യെസ്. അപ്പൊ ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ജസ്റ്റ് ഉണ്ട്, നോക്കാം. ഭീമാകാരത്വം ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ടതാണ്? ഭീമാകാരത്വം എന്ന് പറയുമ്പോൾ എന്തായാലും വളർച്ചയാണ് അല്ലെ, വലിയ വളർച്ചയല്ല ആലോചിക്കേണ്ട. ഭീമാകാരത്വം എന്ന് പറയുമ്പോൾ വളർച്ചാ ഹോർമോണിന്റെ പ്രശ്നമാണ്. വളർച്ചാ ഹോർമോൺ ഏതാണ്? ഓപ്ഷൻ ഡി, സൊമാറ്റോട്രോപ്പിൻ എന്നതാണ് വളർച്ചാ ഹോർമോൺ. ഓക്കെ, അപ്പൊ വളർച്ചാ ഹോർമോൺ ഏതാ എന്നുള്ള രീതിയിലും ചോദിക്കും. അപ്പോഴും സൊമാറ്റോട്രോപ്പിന്റെ പേര് ഓർമ്മിച്ചു വെച്ചേക്കുക. വളർച്ചാ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ കൂടിയാലാണ് ഭീമാകാരത്വം. വളർച്ചാ ഘട്ടത്തില് കുറഞ്ഞാൽ എന്താ ഉണ്ടാവുന്നത്? കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? വളർച്ച കുറഞ്ഞു പോകും അല്ലെ. അപ്പൊ അതിനെന്താ നമ്മൾ പറയാ? വാമനത്വം അല്ലെങ്കിൽ ഡ്വാർഫിസം എന്നാണ് പറയാം. ഇനി വളർച്ചാ ഘട്ടത്തിന് ശേഷമാണ് ഈ ഹോർമോൺ കൂടുന്നത് എങ്കിൽ അത് വേറെ രോഗത്തിനാണ് കാരണം അല്ലെ. അപ്പൊ ഏതാണ്? ഭീമാകാരത്വം പറയരുത്. വളർച്ചാ ഘട്ടത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ എക്രോമെഗാലി എന്ന് പറയുന്ന രോഗത്തിന്റെ പേരാണ്. ആലോചിച്ച് നോക്കാം. റെഡി? ക്ലിയർ അല്ലേ? അപ്പൊ കുറഞ്ഞാല് വാമനത്വം, വളർച്ചാ ഘട്ടത്തിന് ശേഷം കൂടിയാൽ എക്രോമെഗാലി. നമ്മുടെ വിരലും ശരീരത്തിന് താടി ഇങ്ങനെയുള്ള ചില ഭാഗങ്ങളൊക്കെ വളർന്ന് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തുന്നതിന് നമ്മൾ എന്ത് പറയുന്ന ഈ ഒരു പേര് പറയാം. റെഡി? ക്ലിയർ? ഓക്കെ. അപ്പൊ ഇനിയും പ്രീവിയസ് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല, 2 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. നമുക്ക് പെട്ടെന്നൊന്ന് ക്യുക്കായിട്ട് നോക്കാം. ഇതിൽ ഓപ്ഷനിലെ ബാക്കിയുള്ളതെല്ലാം വാസോപ്രസ് എന്ന് പറയുന്ന ഹോർമോൺ മറക്കരുത്. ഹൈപ്പോതലാമസ് ആണ് നിർമ്മിക്കുന്നത്. ADH എന്ന് പറയുന്ന പേരിലും കൂടെ അറിയപ്പെടുന്ന ഹോർമോൺ ആണ് ഇത്, വാസോപ്രസിൻ. ഓക്കെ, റെഡി അല്ലെ? ഹൈപ്പോതലാമസ് ആണ് നിർമ്മിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട അസുഖമാണ് ഏത്? ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്ന ഒരു രോഗം. തൈറോക്സിൻ എന്ന് പറയുമ്പം ഏതൊക്കെ രോഗമാണ്? കുട്ടികളിൽ തൈറോക്സിൻ കുറഞ്ഞാൽ ക്രെറ്റിനിസം, മുതിർന്നവരില് മിക്സഡിമ എന്ന് പറയുന്ന രോഗം ആലോചിക്കുക. തൈറോക്സിനായിട്ട് ബന്ധപ്പെട്ടാണ്. തൈറോയ്ഡ് ഗ്രന്ഥിന്റെ വീക്കം, അയഡിന്റെ അളവ് ആവശ്യമുള്ള ഒരു ഗ്രന്ഥിയാണ്. അല്ലെങ്കിൽ ഗോയിറ്റർ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. അഡ്രിനാലി എന്ന് പറയുമ്പോൾ എന്താണ്? അടിയന്തര ഹോർമോൺ എന്നതാണ് ആ ഹോർമോണിന്റെ സവിശേഷത. ഇംഗ്ലീഷ് വേർഡും കൂടെ ഓർമ്മിച്ചു വെക്കുക. എമർജൻസി ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രന്ഥിയായിട്ട് ബന്ധപ്പെട്ടാണ് ഓർക്കേണ്ടത്. റെഡി? അടുത്ത് നോക്കിയേ. കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇതൊക്കെ ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്ക് എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കോശശ്വസനം എന്ന് പറയുമ്പോൾ ഏത് ഭാഗം? നമ്മൾ ശ്വസനം പഠിക്കുമ്പോൾ ആ ഒരു ചാപ്റ്ററിൽ തന്നെയാണ് പഠിക്കുക അല്ലെ. ശ്വസന വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടാണ് പഠിക്കുക. അപ്പൊ കോശശ്വസനത്തിന് 2 ഘട്ടമാണുള്ളത് എന്നറിയാം. ആദ്യ ഘട്ടം നടക്കുന്ന കോശദ്രവ്യത്തിൽ എന്ന് പറഞ്ഞാൽ ശരിയാണ്. 2ാം ഘട്ടം റൈബോസോം എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് തെറ്റാണ്. എവിടെയാണ് നടക്കേണ്ടത്? റൈബോസോമിലല്ല, മൈറ്റോകോൺട്രിയയിലാണ് നടക്കുക അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ പ്രസ്താവന തെറ്റി. ഓക്കെ, ആദ്യഘട്ടമായ ഗ്ലൈക്കോളിസിസിൽ ഓക്സിജൻ ആവശ്യമാണ്. എഗെയിൻ തെറ്റ്, ഓക്സിജൻ ആവശ്യമില്ല. ഗ്ലൈക്കോളിസിസിന്റെ ഫലമായി 28 ATP ഉണ്ടാവുന്നു. വീണ്ടും തെറ്റാണ്, 2 ATP മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, അപ്പം ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറുന്നു. ശരിയാണ്, ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ ഒരെണ്ണം മാത്രമേ ഇവിടെ ശരിയുള്ളൂ അല്ലെ. അപ്പൊ ഇതാ ഓപ്ഷൻ ഡി കൊടുത്തിട്ടുണ്ട്, 4 മാത്രം ശരി. ഓക്കെ, ഇതും ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് ആണ്. ഇതാണ് കോശശ്വസനം. 1ാം ഘട്ടത്തിന്റെ പേര് ഗ്ലൈക്കോളിസിസ്, 2ാം ഘട്ടം ക്രബ്സ് സൈക്കിൾ എന്നാണ് പറയുക. ക്രബ്സ് പരിവൃത്തി അല്ലെങ്കിൽ ക്രബ്സ് സൈക്കിൾ. കോശശ്വസനത്തിന്റെ ആദ്യഘട്ടമാണ്. 2 ATP ആണ് ഉണ്ടാവുക. ഓക്സിജൻ ആവശ്യമില്ല. എവിടെ വെച്ച് നടക്കും? കോശദ്രവ്യം. ഈ 4 പോയിന്റ് ഇതിൽ പഠിക്കണം. 2ാം ഘട്ടമാണ് ക്രബ്സ് സൈക്കിൾ. മൈറ്റോകോൺട്രിയയിലാണ് നടക്കുക. ഓക്സിജൻ ആവശ്യമാണ്. ആദ്യത്തെ ഘട്ടത്തിൽ എന്താണ്? പൈറൂവിക് ആസിഡ് ആക്കിയിട്ടാണ് മാറ്റുക അല്ലെ. ആ പൈറൂവിക് ആസിഡിനെ പിടിച്ച് പിന്നെ പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി 28ഓളം ATP, പിന്നെ ഫൈനൽ റിസൾട്ട് ആയിട്ട് ഊർജം, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, ഇതൊക്കെയാണ് നിർമ്മിക്കുക. മൈറ്റോകോൺട്രിയ ആണ് സ്ഥാനം. ഓക്കെ, ക്രബ്സ് സൈക്കിൾ എന്ന് 2ാം ഘട്ടത്തിന് പേര് കിട്ടാൻ കാരണമായിട്ടുള്ള ശാസ്ത്രജ്ഞനാണ് ഹാൻസ് അഡോൾഫ് ക്രബ് എന്ന് പറയുന്നത്. ജർമ്മൻ ബയോകെമിസ്റ്റ് ആണ് അല്ലെ. അപ്പൊ ഇയാളാണ് 2ാം ഘട്ടത്തിന്റെ രാസപ്രവർത്തനം കണ്ടെത്തിയത്. അതുകൊണ്ടാണ് 2ാമത്തെ ഘട്ടത്തിന് നമ്മൾ ക്രബ്സ് സൈക്കിൾ എന്ന് പറയുന്ന ഒരു പേരിടാനുള്ള കാരണം. ഓക്കെ, 1ാം ഘട്ടത്തിന് ഗ്ലൈക്കോളിസിസ് എന്ന് പേര് വരാൻ കാരണം ഗ്ലൂക്കോസിനെ കട്ട് ചെയ്യുന്ന സ്റ്റെപ്പ് ആയതുകൊണ്ടാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന ഒരു പേര് അവിടെ കിട്ടിയത്. ഓക്കെ, യെസ്. അപ്പൊ നോക്കുക, ഒരു ക്വസ്റ്റ്യൻ കൂടെ. വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണപ്പെടുന്നത്? വിട്രിയസ് ദ്രവം എന്ന് പറഞ്ഞാൽ എവിടെയാണ് കാണാം? വിട്രിയസ് ദ്രവം, അക്വസ് ദ്രവം. വിട്രിയസ് ദ്രവം എന്ന് പറയുമ്പോൾ
കണ്ണ് അല്ലെ, കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദ്രവമാണ്, മറക്കരുത്. ഓക്കെ, ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദ്രവത്തിന്റെ പേരുണ്ടല്ലോ, പ്ലൂറാദ്രവം അല്ലെ, പ്ലൂറാദ്രവം. പ്ലൂറ എന്ന് പറയുന്ന ഇരുസ്തര പാളിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ദ്രവമാണ് പ്ലൂറാദ്രവം. ചെവിയിലുണ്ടോ എന്തെങ്കിലും ദ്രവം ഉണ്ടല്ലോ അല്ലെ, എൻഡോലിംഫ്, അതേപോലെ പെരിലിംഫ് എന്നൊക്കെ പറയുന്ന ദ്രവത്തിന്റെ പേര് കേട്ട് കഴിഞ്ഞാൽ അത് ചെവിക്കകത്തുള്ളതാണ്. ഓക്കെ, അപ്പൊ വിട്രിയസ് ദ്രവം, അക്വസ് ദ്രവം എന്നൊക്കെ പറഞ്ഞാൽ കണ്ണിനകത്തുള്ളതാണ്. ഇനി ഹൃദയം പഠിക്കുന്ന സമയത്ത് ഹൃദയത്തിലുണ്ട് പെരികാർഡിയൽ ദ്രവം. ഓക്കെ, പെരികാർഡിയൽ ദ്രവം എന്നതാണ് ഇത് ആൻസർ. ഓക്കെ, അതേപോലെ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടതാണ് അമ്നിയോട്ടിക് ദ്രവം. എവിടെയാ കണ്ടേ? അമ്നിയോട്ടിക് ദ്രവം ഗർഭാശയത്തിനകത്താണ് അല്ലെ. അപ്പൊ അവിടെ പഠിച്ചു പ്രത്യുൽപാദന വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ഭാഗത്ത് കാണപ്പെടുന്ന ദ്രവമാണ്. ഒരു കുഞ്ഞ് വളരുന്ന അല്ലെ, കുഞ്ഞ് ജീവിക്കുന്ന ആ ദ്രവത്തിന്റെ പേരാണ് അമ്നിയോട്ടിക് ദ്രവം എന്ന് പറഞ്ഞാൽ. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ എന്തായാലും ഇതുവരെ നമ്മൾ ചോദിച്ച ഈ കഴിഞ്ഞ ഫസ്റ്റ് പാർട്ടിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത്. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാ ഓപ്ഷൻസും എന്താണെന്ന് കൂടെ മനസ്സിലാക്കുക. കറക്റ്റ് ആൻസർ മാത്രം പറഞ്ഞു പോകരുത്, ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഏരിയ നമുക്ക് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് ചെയ്യുക. എന്നാൽ മാത്രമാണ് എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ആ സ്പോട്ടിൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.